Good morning, students. Good morning. Are you fine? Okay. സുഖമായിട്ടിരിക്കുന്നില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു എല്ലാവരും? കഴിച്ചു. പഠിക്കാനായിട്ട് ബുക്കും ടെക്സ്റ്റ് ഒക്കെ എടുത്ത് ഒന്ന് റെഡി ആയിട്ടിരുന്നേ. എടുത്തില്ലേ? അപ്പൊ നമുക്ക് സ്റ്റഡി ചെയ്യാം. ബേസിക് സയൻസ് ആണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ബേസിക് സയൻസിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തില്ലേ? നമുക്കിന്ന് പുതിയൊരു ചാപ്റ്റർ പഠിക്കാം. ഏതാ നോക്കിക്കേ? സെക്കൻഡ് ചാപ്റ്റർ ആയ ഫുഡ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? ഫുഡ്. നമ്മള് സെക്കൻഡ് ചാപ്റ്റർ ആണ് സ്റ്റഡി ചെയ്യുന്നത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് ഫുഡ്. ഫുഡ് നമുക്ക് എല്ലാവരും എന്താണ്? നമ്മളെല്ലാവരും കഴിക്കുന്നതാ ഫുഡ്. കഴിക്കില്ലേ? കഴിക്കും. നമുക്കറിയില്ലേ, നമ്മുടെ ജീവൻ നിലനിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഫുഡ് കഴിക്കണം അല്ലേ? അപ്പൊ അതുപോലെ നമ്മൾ മാത്രമാണോ? അല്ല, എല്ലാ ജീവനുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ എല്ലാ ലിവിങ് ഓർഗാനിസംസും അതുപോലെ തന്നെ എല്ലാം നമ്മുടെ ലോകത്തുള്ള എല്ലാത്തിനും എന്ത് വേണം? അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഫുഡ് ആവശ്യമാണ്. നെക്സ്റ്റ് നോക്കിക്കേ. Every organism needs energy to carry on with the process of living. അപ്പോൾ നമ്മുടെ ജീവൻ നിലനിർത്തുക എന്നുള്ള ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് എന്ത് വേണം? എല്ലാ ഓർഗാനിസത്തിനും എന്ത് വേണം? എനർജി വേണം, ഊർജം വേണം. This energy comes from food. ഈ എനർജി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫുഡ്. നമുക്ക് ഫുഡ് കഴിച്ചാലേ എന്താണ് ഓരോ ദിവസം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും ഇല്ലേ? നമുക്ക് അതിന് എന്ത് വേണം? ഫുഡ് വേണം, എനർജി വേണം അല്ലേ? ഫുഡിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? എനർജി കിട്ടുന്നു. Food also provides the material needed for the growth of the body. It helps to repair injured tissues, for example, skin and bones in the case of cut and fractures. എന്താണ് പറയുന്നത്? എന്താണ് നമുക്ക് ആവശ്യമുള്ള അല്ലേ, നമ്മുടെ ബോഡിയുടെ ഗ്രോത്തിന് ആവശ്യമുള്ള എല്ലാ മെറ്റീരിയൽസും തരുന്നത് ആരാണ്? ഫുഡാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ബോഡിയുടെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് നമ്മുടെ ആര് പ്രൊവൈഡ് ചെയ്യുന്നു? ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നു. നോക്കിക്കേ. ഇറ്റ് ഹെൽപ്സ് ടു റിപ്പയർ ഇഞ്ചേർഡ് ടിഷ്യൂസ്. നമ്മുടെ കലകളിലെ ടിഷ്യൂസ്, കലകൾ, നമ്മുടെ കലകൾക്ക് എന്തെങ്കിലും എന്താണ് മുറിവ് അല്ലെങ്കിൽ ഇഞ്ചേർഡ് ആയിട്ടുള്ള മുറിവേറ്റ ടിഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യുന്നത് ആരാണ്? ഈ ഫുഡാണ്. ഫോർ എക്സാമ്പിൾ, സ്കിൻ ആൻഡ് ബോൺ ഇൻ ദ കേസ് ഓഫ് കട്ട് ആൻഡ് ഫ്രാക്ചേഴ്സ്. നമ്മുടെ സ്കിന്നോ ബോണോ എന്തെങ്കിലും കട്ടാവുകയോ ഫ്രാക്ചർ സംഭവിക്കുകയോ ചെയ്യുമ്പോൾ അതിനെയൊക്കെ റെഡിയാക്കാൻ നമുക്ക് എന്ത് വേണം? ഫുഡ് വേണം. It is needed to continually to replace old tissues. For example, hair, blood and skin. അപ്പോൾ എന്താണ് ഓൾഡ് ടിഷ്യൂസ്? എന്തെങ്കിലും പ്രശ്നം വരുന്ന ആ ഒരു ഓൾഡ് ടിഷ്യൂസിനെ മാറ്റി അവിടെ പുതിയത് റീപ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫുഡ് അത്യാവശ്യമാണ്. ഫോർ എക്സാമ്പിൾ, ഹെയർ, ബ്ലഡ്, സ്കിൻ. അപ്പോൾ ഇതിന്റെ എല്ലാം പുതിയത് നമുക്ക് എന്താവശ്യമാണ്? ഹെയർ ഒക്കെ നമുക്ക് പുതിയത് വളരാൻ നമ്മൾ എന്ത് ചെയ്യണം? വിറ്റാമിൻ, പ്രോട്ടീൻസ് ഉള്ള എന്താണ് ഫുഡ് കഴിക്കണം അല്ലേ? പറയാൻ കേട്ടിട്ടില്ലേ? അപ്പൊ നമ്മൾ ഇതിന്റെയൊക്കെ റീപ്ലേസിന് വേണ്ടിയിട്ട് നമുക്ക് ഫുഡ് അത്യാവശ്യമാണ്. Lastly, it helps to build resistance against diseases and to fight infections. നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ അതിനോട് ഫൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഡിസീസ് ഏതെങ്കിലും രോഗങ്ങൾ വരുവാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനും ഒക്കെ നമുക്ക് എന്ത് വേണം? ഫുഡ് ആവശ്യമാണ്. ഫുഡ് നമ്മൾ അതിനെല്ലാം സഹായിക്കുന്നു. നോക്കിയേ. ആൻഡ് എനേബിൾസ് ദ ബോഡി ടു റിക്കവർ ആഫ്റ്റർ ഇൽനെസ്. അപ്പൊ എന്തെങ്കിലും രോഗം വന്ന് നമ്മൾ കിടപ്പിലായി അതിനുശേഷം ആ രോഗത്തിൽ നിന്ന് ആ ഇൽനെസിന് ശേഷം നമുക്ക് എന്താണ് കുറച്ച് റിക്കവർ ആവണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻ ഷോർട്ട്, ഓൾ ഓർഗാനിസം അതായത് ഇൻക്ലൂഡിംഗ് പ്ലാന്റ്സ് നീഡ് ഫോർ ഫുഡ് ഫോർ ദ ഫോളോവിംഗ് റീസൺസ്. അപ്പൊ നമ്മൾ എന്താണ് ഫുഡിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറഞ്ഞല്ലേ? ഫുഡ് നമുക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞു, ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പൊ അത് എന്തിനൊക്കെയാണ് ഫുഡ് നമുക്ക് ആവശ്യം? നമ്മൾ പറഞ്ഞു ഇറ്റ് ഹെൽപ്സ് ടു റിപ്പയർ ഇൻജേർഡ് ടിഷ്യൂസ് ഇല്ലേ? എന്തെങ്കിലും ടിഷ്യൂസ് ഇൻജുറീസ് പറ്റുവാണെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യാനും നമ്മുടെ ഓൾഡ് ടിഷ്യൂസിനെ മാറ്റി ന്യൂ ടിഷ്യൂസ് റീപ്ലേസ് ചെയ്യാനും ഇൽനെസിനോടും ഇൻഫെക്ഷനോടും ഒക്കെ എന്താണ് ഫൈറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഫുഡ് ആവശ്യമാണ്. അടുത്ത നോക്കിക്കേ. ഇൻ ഷോർട്ട്, ഓൾ ഓർഗാനിസം ഇൻക്ലൂഡിംഗ് പ്ലാന്റ്സ്. പ്ലാന്റ്സിന്റെ കാര്യം കൂടെ നമ്മൾ പറയുന്നുണ്ട്. പ്ലാന്റ്സ് നീഡ് ഫോർ ഫുഡ് ഫോർ ദ ഫോളോയിങ് റീസൺസ്. താഴെ പറയുന്ന 3 റീസൺസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് എന്ത് ചെയ്യുന്നത്? ആവശ്യമായിട്ട് വരുന്നത്. താഴെ പറയുന്ന 3 കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫുഡ് നമുക്ക് ആവശ്യമായിട്ട്. അതിൽ ഒന്നാമത്തെ കാരണം ടു ഗെറ്റ് എനർജി. നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ, ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ നമ്മൾ പറഞ്ഞു നമുക്ക് ജീവിക്കണമെങ്കിൽ ഊർജ്ജം, എനർജി വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ എനർജിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫുഡ് കഴിക്കുന്നത് അല്ലേ? ഫുഡ് കഴിക്കുമ്പോഴേ നമുക്ക് അനാവശ്യമായ എനർജി കിട്ടുന്നത്. അപ്പം എന്താണ് എനർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നത് എല്ലാ ഓർഗാനിസവും. രണ്ടാമത് നോക്കിക്കേ. ഫോർ ഗ്രോത്ത്, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദ ബോഡി അല്ലേ? ബോഡിയെ നമ്മുടെ ബോഡിയെ വളർച്ചയ്ക്കും ഗ്രോത്തിനും പിന്നെ എന്താണ് അത് നമുക്ക് റിപ്പയർ ചെയ്യാനും മെയിൻ്റനൻസ് ചെയ്യാനും ഒക്കെ എന്താണ് പരിപാലിക്കാനും വളർച്ചയ്ക്ക് നന്നാക്കാനും ഒക്കെ എന്ത് വേണം? ഫുഡ് അത്യാവശ്യമാണ്. ടു ഫൈറ്റ് ഡിസീസസ്. രോഗങ്ങളോട് നമുക്ക് എന്ത് വേണം? ചെറുക്കാൻ അല്ലെ? എന്തെങ്കിലും രോഗങ്ങൾ വരുമ്പം അതിൽ നിന്ന് മുക്തി നേടാൻ അതിനെ ചെറുക്കാനും നമുക്ക്
ഫുഡ് ആവശ്യമാണ്. അപ്പൊ നമ്മൾ ഫുഡിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ പറഞ്ഞതെല്ലാം. നമ്മൾ നോക്കിയെന്ന് വെച്ചാൽ ഫുഡ് ഫ്രം പ്ലാന്റ്സ്. എന്താണ് പ്ലാന്റ്സിൽ നിന്നുള്ള ഫുഡ്? നോക്കാം, നോക്കിയേ. Cereals, pulses, vegetables, fruits, spices, oil, tea, sugar, plants provide us with the most of our food and drinks. ഇല്ലേ, നമുക്ക് വേണ്ടുന്ന മോസ്റ്റ് ഓഫ് ഫുഡും എന്താണ് ഡ്രിങ്കും ഒക്കെ തരാൻ നമ്മൾ പറഞ്ഞ എന്താണ് ഭക്ഷ്യധാന്യങ്ങളും പയറുവർഗ്ഗങ്ങൾ, വെജിറ്റബിൾസ്, പച്ചക്കറി, ഫ്രൂട്ട്സ്, പഴവർഗ്ഗങ്ങൾ, സ്പൈസസ് ഇല്ലേ, അത് പിന്നെന്താണ് ഓയിൽ, ടീ, ഷുഗർ, ഇതെല്ലാം എന്താണ് പ്ലാന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്ലാന്റ്സ് ഒക്കെയാണ് നമുക്ക് എന്താണ് വേണ്ടുന്ന നമുക്ക് ആവശ്യമുള്ള മോസ്റ്റ് ഓഫ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പ്ലാന്റ്സ് ഒക്കെ. നമ്മളിപ്പോ പറഞ്ഞില്ലേ വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും എന്താണ് പ്ലാന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമുക്ക് ഡ്രിങ്കിനും ഈറ്റിനും വേണ്ടിയിട്ടുള്ള അല്ലെ ഫുഡിനും നമുക്ക് ഡ്രിങ്ക് ചെയ്യാൻ കുടിക്കാൻ. ഓയിൽ, ടീ ഒക്കെ നമ്മൾ എന്താണ് ഓയിലില്ല ടീയും ഇതൊക്കെ നമ്മൾ കുടിക്കുന്നില്ലേ. അപ്പൊ ഇതൊക്കെ വേണ്ടി നമുക്ക് വേണ്ടുന്ന ഫുഡും ഡ്രിങ്കും എല്ലാം തന്നെ ഈ പ്ലാന്റ്സ് ആണ്. ഇൻ സം പ്ലാന്റ്സ് ദ റൂട്ട് ഈസ് എഡിബിൾ. ഇപ്പൊ ചില പ്ലാന്റ്സിന് നമുക്ക് അറിയാം അതിന്റെ വേരായിരിക്കും അല്ലേ, അതിന്റെ റൂട്ട് ആയിരിക്കും നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ളത്. വൈൻ അതേഴ്സ് ഇറ്റ് ഈസ് ദ ഫ്രൂട്ട്. വേറെ കുറെ എടുക്കാമെങ്കിൽ എന്താണ് അതിന് ചില പ്ലാന്റിന്റെ ഫ്രൂട്ട് ആയിരിക്കും നമ്മൾ കഴിക്കുന്നെങ്കിൽ ചിലതിന്റെ വേരായിരിക്കും അല്ലെ റൂട്ടായിരിക്കും നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ളത്. സ്റ്റെം ഓർ ലീവ്സ്, ചിലതിന്റെ തണ്ടോ അല്ലെങ്കിൽ ഇലയോ ഒക്കെ ആയിരിക്കും നമ്മൾ ഫുഡിലെ കഴിക്കുന്നത്. അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് റൂട്ട്, നമ്മൾ ക്യാരറ്റ് ഒക്കെ എന്താണ് ആ ഒരു പ്ലാന്റിന്റെ റൂട്ടാണ് ഈ ക്യാരറ്റ് ഒക്കെ ആയിട്ട് കിളിച്ചു വരുന്നത്. അപ്പൊ അത് നമ്മൾ എന്താണ് ആ പ്ലാന്റിന്റെ റൂട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അതുപോലെ ചിലത് ലീവ്സ്, ചിലതിന്റെ ലീവ്സ് ആയിരിക്കും നമ്മൾ ഫുഡ് ആക്കുന്നത്. അതുപോലെ ചിലതിന്റെ ഫ്രൂട്ട് ആയിരിക്കും എന്താണ് ചിലതിന്റെ സ്റ്റെം തണ്ടായിരിക്കും. അങ്ങനെ ഓരോന്നിന്റെ ഓരോ ചെടിയുടെ ഓരോ ഭാഗങ്ങളായിരിക്കും നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ളത്. നോക്കിക്കേ, more than one part of a plant may also be eaten, as you will see in the table, which lists some of the food we get from plant. നമുക്ക് പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന എന്താണ് ആ ഒരു ഫുഡാണ് ഇവിടെ നമ്മൾ താഴെ 2.1 ടേബിളിൽ അവർ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. Sometimes the fruit and seed are fused. എന്താണ് നമുക്ക് ചിലപ്പോൾ നമുക്ക് ഫ്രൂട്ടിനെയും സീഡിനെയും കൂടെ നമുക്ക് എന്താണ് രണ്ടും ഒരുമിച്ചിരിക്കുന്നതായിരിക്കും. ഓർ സ്റ്റാർട്ട് ടുഗദർ, നമുക്ക് എന്താണ് ഒരുമിച്ച് അവർ ചേർന്നിരിക്കുന്നതായിരിക്കും. ഫ്രൂട്ടും സീഡും കൂടെ അതിനകത്ത് ഇങ്ങനെ ചേർന്നിരിക്കുന്നതായിരിക്കും. യു കനോട്ട് പീൽ ഓഫ് ദ ഫ്രൂട്ട് ഫ്രം ദ സീഡ്. അപ്പൊ നമുക്ക് ആ എന്താണ് ഫ്രൂട്ടിനെ മാത്രമായിട്ട് അതിന്റെ വിത്തിൽ നിന്ന് എടുക്കാൻ നമുക്ക് പറ്റില്ല. ഗ്രെയിൻ ഓഫ് സീരിയൽസ് ലൈക്ക് വീറ്റ്, റൈസ്, മൈസ് fall under this category. അപ്പം ഗ്രെയിൻ ഗോതമ്പും എന്താണ് ധാന്യങ്ങള്, വീറ്റ്, അരി, ചോളം ഇതെല്ലാം ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. ഗ്രെയിൻ കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റേപ്പിൾ ഓർ മെയിൻ ഫുഡ് വെദർ ഇൻ ദ ഫോം ഓഫ് റൊട്ടി, റൈസ്, ഇഡലി ഓർ ബ്രെഡ്. അപ്പൊ ഗ്രെയിൻസിലെ ധാന്യങ്ങളാണ് നമ്മുടെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേപ്പിൾ ഓർ മെയിൻ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രെയിൻസ് ധാന്യങ്ങളാണ് അല്ലേ. വെദർ ഇൻ ദ ഫോം ഓഫ് റൊട്ടി, റൈസ്, ഇഡലി ഓർ ബ്രെഡ്. അപ്പൊ നമ്മൾ അതെങ്ങനെ കഴിക്കുന്നത്? നമ്മുടെ മെയിൻ ഫുഡ് ഗ്രെയിൻസ് ആണ്. നമ്മൾ അതിനെ പല രൂപത്തിൽ കഴിക്കുന്നു. റൊട്ടിയുടെ, റൈസിന്റെ, ഇഡലിയുടെ അല്ലേ എന്താ ബ്രെഡിന്റെ. അപ്പൊ ഈ രൂപത്തിലുള്ള നമ്മൾ ആ ഗ്രെയിൻസിനെ കഴിക്കുന്നു. ഗ്രെയിൻ ആണ് നമ്മുടെ മെയിൻ സ്റ്റേപ്പിൾ ഫുഡ് അല്ലെങ്കിൽ മെയിൻ ഫുഡ് എന്ന് പറയുന്നത്. ആ ഗ്രെയിൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പല ദോശയിൽ കഴിക്കുന്നു. അപ്പൊ ഗ്രെയിൻസിനെ തന്നെ നമ്മൾ ഇഡലി ആക്കും, എന്താണ് ബ്രെഡ് ആക്കുന്നു, റൊട്ടി ആക്കുന്നു, പല രീതിയിൽ നമ്മൾ അതിനെ കഴിക്കുന്നു. അപ്പൊ ഫുഡിൽ പ്ലാന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫുഡിന്റെ കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ് ഫുഡ് ഫ്രം പ്ലാന്റ്, പ്ലാന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫുഡ്. നമ്മൾ എന്താ പറഞ്ഞത്? ചില പ്ലാന്റിന്റെ സ്റ്റെം ആയിരിക്കും നമ്മൾ ഭക്ഷ്യയോഗ്യമാക്കുന്ന എഡിബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ റൂട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലതിന്റെ ലീഫാണ്, ചിലതിന്റെ ഫ്രൂട്ടാണ്. പല ചിലപ്പോൾ ഇതെന്താണ് ഒരു പ്ലാന്റിന്റെ അല്ല, ഇതെല്ലാം നമുക്ക് പല ഭാഗങ്ങൾ നമുക്ക് ഭക്ഷിക്കാൻ പറ്റും. നമ്മളൊരു മുരിങ്ങ അല്ലേ, മുരിങ്ങ ഡ്രംസ്റ്റിക് മുരിങ്ങ പറയുകയാണെങ്കിൽ എന്താ പറയുക അതിന്റെ ആ ഒരു മുരിങ്ങക്ക അതും നമുക്ക് കഴിക്കാം, അതിന്റെ ലീഫും കഴിക്കാം. അപ്പൊ ആ ഒരു പ്ലാന്റിൽ തന്നെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ലീഫും ഉണ്ട് നമുക്ക് ഭക്ഷ്യയോഗ്യം, അതിന്റെ ഒരു കായിലെ ആ സ്റ്റെമ്മും നമുക്ക് കഴിക്കാൻ പറ്റും. അടുത്ത് നോക്കി ആ ഒരു ടേബിളിൽ കാണിച്ചിരുന്നുണ്ട് റൂട്ട്, അതായത് പാർട്ട് ഓഫ് പ്ലാന്റ് റൂട്ടാണ് നമ്മൾ കഴിക്കുന്നത് ആ പ്ലാന്റിന്റെ. അങ്ങനെ വരുന്ന ഫുഡ് ഏതൊക്കെയാ നോക്കി? ക്യാരറ്റ്, റാഡിഷ്, ബീട്രൂട്ട്, ടേണിപ്പ്, സ്വീറ്റ് പൊട്ടറ്റോ, ഇതെല്ലാം നമ്മൾ എന്താ കഴിക്കുന്നത്? അതിന്റെ റൂട്ടാണ്, ആ ഒരു വേരാണ് നമ്മൾ കഴിക്കുന്നത്. ക്യാരറ്റിന്റെയും ബീട്രൂട്ടിന്റെയും എല്ലാം നമ്മൾ വേരാണ്. എന്താണ് അതൊരു പ്ലാന്റിനെ കിളിച്ചിരിക്കുന്ന അടിയിലല്ലേ അതെല്ലാം കാണപ്പെടുന്നത്. അപ്പൊ ആ ഒരു റൂട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് നമ്മൾ തണ്ട് കഴിക്കും. ചില പ്ലാന്റ്സിന്റെ തണ്ടാണ് നമുക്ക് ഭക്ഷ്യയോഗ്യം. അത് ഏതൊക്കെയാന്ന് നോക്കിയേ? ഷുഗർ കെയിൻ, പൊട്ടറ്റോ, കൊളോക്കേഷ്യ, ജിഞ്ചർ, ഒനിയൻ. ഏതൊക്കെയാണ്? ഷുഗർ കെയിൻ കരിമ്പും കിഴങ്ങും അല്ലേ. കരിമ്പ് നമുക്ക് അറിയാമല്ലേ, അതിന്റെ വേര് താഴെ അതിന്റെ മുകളിൽ കരിമ്പിങ്ങനെ പിടിച്ചിരിക്കും, അതിന്റെ മുകളിൽ ലീഫ്. അപ്പൊ നമ്മൾ എന്താണ് ആ തണ്ട് സ്റ്റെമ്മാണ് കരിമ്പിന്റെ നമുക്ക്
ഭക്ഷ്യയോഗ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ പൊട്ടറ്റോ, കൊളോക്കേഷ്യ, എന്താണ് ജിഞ്ചർ, ഇഞ്ചിയും അതുപോലാണ് ഓനിയൻ. ഇതെല്ലാം നമ്മൾ സ്റ്റെമ്മാണ് കഴിക്കുന്നത്. അത് നോക്കിയ ലീഫ് കഴിക്കുന്നത് നോക്കിയ സ്പിനാച്ച്, ക്യാബേജ്, ലെറ്റസ്, ഫെനുഗ്രീക്ക്, ഇതെല്ലാം നമ്മൾ അതിന്റെ ഇലയായിരിക്കും നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ളത് അല്ലേ. ഫെനുഗ്രീക്ക് നമുക്കറിയാം ഉള്ള. അതുപോലെ തന്നെ സ്പിനാച്ച്, ക്യാബേജ്, ഇതെല്ലാം നമ്മൾ അതിന്റെ ലീഫായിരിക്കും. ആ ഒരു പ്ലാന്റിന്റെ ലീഫാണ് നമ്മൾ ഭക്ഷ്യയോഗ്യമായിട്ടുള്ളത്. ഫ്ലവർ നോക്കിക്കുക, ഏതൊക്കെ ഫുഡാണ് ഫ്ലവർ? കോളിഫ്ലവർ, ബ്രോക്കോളി, മുരിങ്ങ, ബനാന, ഇതെല്ലാം എന്താണ് നമ്മൾ ഫ്ലവർ. ആ മുരിങ്ങയുടെ എന്താണ് ഫ്ലവർ കഴിക്കാം അല്ലേ. നമ്മള് കോളിഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു പ്ലാന്റിന്റെ ഫ്ലവർ ആണ് കോളിഫ്ലവർ എന്ന് പറയുന്നത്. അതുപോലെ ബ്രോക്കോളി, ബനാന, ഇതെല്ലാം എന്താണ് അതിന്റെ ഫ്ലവർ നമ്മൾ കഴിക്കുന്നത്. ഇനി ഫ്രൂട്ടാണ് നമ്മൾ കഴിക്കുന്നത് നമുക്കല്ലേ, മാംഗോ, ആപ്പിള്, പപ്പായ അല്ലേ, പിന്നെ ബ്രിഞ്ചാൾ, ടൊമാറ്റോ, ലേഡീസ് ഫിംഗർ, കുക്കുംബർ, മാംഗോ, ഇതെല്ലാം നമ്മൾ അതിന്റെ ഫ്രൂട്ടാണ്, പ്ലാന്റിന്റെ ആ ഫ്രൂട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ഇനി നമ്മൾ സീഡ് കഴിക്കും ഇല്ലേ, വിത്തും കഴിക്കാറുണ്ട്. ഏതൊക്കെ വിത്താണ് നോക്കിക്കേ? പൾസസ്, പയറുവർഗ്ഗങ്ങൾ, അതൊക്കെ എന്താ വിത്താണ് നമ്മൾ കഴിക്കുന്നത്. പീനട്ട്, നിലക്കടല, ആൽമണ്ട്, ബദാം, വാൾനട്ട്സ്, കോക്കനട്ട്, ഫെനുഗ്രീക്ക്, ഇതെല്ലാം എന്താണ് സീഡാണ്. ആ ഒരു പ്ലാന്റിന്റെ സീഡാണ് നമ്മൾ ഭക്ഷ്യയോഗ്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഇതിൽ കിടക്കുന്നത്. ഇനി നമുക്കൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. Make another table like table 2.1 and classify the following into root, stem, leaf, flower, fruit and seed. അപ്പോൾ തന്നേക്കുന്ന അനുസരിച്ച് താഴെ കുറെ അഡീഷണൽ ആയിട്ടുള്ള കുറെ പ്ലാന്റിന്റെ പേര് അതിലുണ്ട്. നോക്കിക്കേ, യാം, കോഡിനർ, ഗാർലിക്, ക്യാപ്സിക്കം, പംകിൻ, മസ്റ്റാർഡ്, മില്ലറ്റ്സ്, പ്ലം, സാഗോ, ക്ലൗ, കാർഡമം, കാഷ്യൂ, റൈസിൻ, ഗോഡ്, ടീ, കോഫി, മിന്റ്, പെപ്പർ, സീസം, ടർമറിക്, ഓയി, ഇന്ത്യൻ സ്പിനാച്ച്, സാമിക്കൻ, ബീൻസ്, പിസ്റ്റാച്ചിയോ, സിനാമോൺ ആൻഡ് പോമിഗ്രാനൈറ്റ്. അപ്പൊ ഇങ്ങനെ കുറെ ഇതിലെല്ലാം ഉണ്ട്. ഫ്രൂട്ട്സ് ഉണ്ട്, ലീഫ് ഉണ്ട്, സീഡ് ഉണ്ട്. അപ്പൊ ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? മുകളിൽ കിടക്കുന്ന ടേബിൾ അനുസരിച്ച് റൂട്ടൊക്കെ എടുത്ത് എഴുതിയിട്ട് നമ്മൾ ഈ പറഞ്ഞതിൽ ഏതൊക്കെയാണ് റൂട്ടാണ് നമ്മൾ കഴിക്കുന്നത്, ഏതൊക്കെ പ്ലാന്റിന്റെ പേര് റൂട്ടാണ് നമ്മൾ കഴിക്കുന്നത് അത് എഴുതുക. ലീഫ് ആണെങ്കിൽ തന്നേക്കുന്നതിൽ ഏതൊക്കെ ലീഫ് ഉണ്ട്, ഏതൊക്കെ പ്ലാന്റിന്റെ ലീഫാണ് നമ്മൾ കഴിക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ടേബിൾ നോക്കിയിട്ട് അതുപോലെ കാറ്റഗറൈസ് ചെയ്ത് എഴുതാനാണ് സെക്കൻഡ് തന്നേക്കുന്ന ആക്ടിവിറ്റി. അതെല്ലാവരും നോട്ട്ബുക്കിൽ എഴുതി ടീച്ചറിന് അയച്ചുതരാം. ഫസ്റ്റ് ആക്ടിവിറ്റീസ് പറഞ്ഞ് ചെയ്യാനുള്ള. ഞാൻ അടുത്ത് നോക്കിക്കേ, ഓൾസോ ഫൈൻഡ് ഔട്ട് വാട്ട് ദീസ് ആർ മെയ്ഡ് ഫ്രം. ബീസൻ, സുജി, മൈദ, ജാഗറി, പപ്പ ആൻഡ് ഡാലിയ. സീഡ് ആൻഡ് ഗ്രെയിൻസ് ഹാവ് എ ലോട്ട് ഓഫ് സ്റ്റോർഡ് ഫുഡ് മെറ്റീരിയൽസ്. എന്താണ് എല്ലാത്തിൻ്റെയും സീഡ് വിത്തിലും ഇല്ലേ ധാന്യങ്ങളിലൊക്കെ ധാരാളം ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് അടങ്ങിയിട്ടുണ്ട് ഇല്ലേ, ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ട്. എന്താണ് പറയുന്നത്? ഓരോ ഗ്രെയിൻസിന്റെ എല്ലാം സീഡിൽ വിത്തുകളിലും ധാന്യങ്ങളിലൊക്കെ ധാരാളം എന്തുണ്ട് ഫുഡ് മെറ്റീരിയൽസ് പോലെ ധാരാളം എന്താണ് ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ട്. This food is used by developing seedling or baby plant. അപ്പോൾ ഈ ഫുഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ചില ചെടിയിലൊക്കെ വിത്ത് എടുക്കുകയാണെങ്കിൽ ആ വിത്തിന്റെ അകത്ത് തന്നെ അവർ ചില ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ബേബി പ്ലാന്റ് വരുമ്പോൾ ആ വിത്തിൽ നിന്ന് ഒരു ബേബി പ്ലാന്റ് മുളപൊട്ടി വരുമ്പോൾ അതിന് ഉപയോഗിക്കാനായിട്ടാണ് ഈ ഫുഡ് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. നോക്കിക്കേ, or baby plant when the seed germinates, roots and underground stem like carrot, onion and potato also have stored food that baby plant can use. അപ്പോൾ ബേബി പ്ലാന്റിന് എന്താണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടറ്റോ ആയാലും ഒനിയൻ ആയാലും എന്താണ് ക്യാരറ്റ്, ഇതെല്ലാം അവരെന്താണ് അവരുടെ ആ സീഡിൽ അല്ലെങ്കിൽ റൂട്ടിലൊക്കെ ഫുഡ് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. എന്തിനാണ് അവരുടെ ബേബി പ്ലാന്റ് വരുന്ന സമയത്ത് അതിന് ഉപയോഗിക്കാനായിട്ടാണ് ഇങ്ങനെ ഫുഡ് ശേഖരിച്ച് വെക്കുന്നത്. ഇതൊരു ആക്ടിവിറ്റിയാണ്. അത് നമുക്ക് വേണമെങ്കിൽ അതായത് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്കത് എക്സ്പെരിമെന്റ് ആയിട്ട് എടുത്ത് വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ ജസ്റ്റ് അത് അറിഞ്ഞിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് നമ്മൾ കടലയോ അല്ലെങ്കിൽ പയറോ അങ്ങനെയുള്ള എന്തെങ്കിലും ധാന്യം നമ്മൾ കുതിർത്ത് വയ്ക്കണം. പിന്നെ രാവിലെ നമ്മൾ അതിനെ തുറന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ ഒരു പുറത്തെ തൊലി മാറ്റി നോക്കിയാൽ ഇത്രയും രണ്ടാക്കി നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ മുളപൊട്ടി പുതിയൊരു ബേബി പ്ലാന്റ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതാണ് ഇതിൽ പറയുന്നത്. നമ്മളതിനെ വേണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഇല്ലെങ്കിലും ഒക്കെ കുഴപ്പമില്ല, നമ്മുടെ കാര്യം അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ പ്ലാന്റിന്റെ ഫുഡ് ഫ്രം പ്ലാന്റ്സിലെ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന ഫുഡിനെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം സ്റ്റഡി ചെയ്തത്. എന്താണ് പല പ്ലാന്റിൽ നിന്ന് നമുക്ക് പല രീതിയിലാണ് ഫുഡ് കിട്ടുന്നത്. ചില പ്ലാന്റിൽ നമ്മൾ റൂട്ടാണ് ഭക്ഷ്യയോഗ്യമാക്കുന്നതെങ്കിൽ ചിലതിൽ നമ്മൾ ഫ്രൂട്ടായിരിക്കും, ചിലതിന്റെ ലീഫായിരിക്കും ഇല്ലേ, ചിലതിൽ ഒന്നിൽ കൂടുതൽ പാർട്സ് നമ്മൾ കഴിക്കാറുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ ഈ ഫുഡ് ഫ്രം പ്ലാന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ നമ്മൾ ടേബിൾ നോക്കില്ലേ, റൂട്ടിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊക്കെ പ്ലാന്റ് ഉണ്ട്, അതിന്റെ സ്റ്റെമ്മ് ഒരു പ്ലാന്റിന്റെ സ്റ്റെമ്മായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റെമ്മ് നമ്മൾ ഭക്ഷ്യയോഗ്യമാക്കുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ സ്റ്റഡി ചെയ്തു. കുറച്ച് ഫ്രൂട്ട്സിന്റെയും
അല്ലേ? കുറെ പ്ലാന്റിന്റെ പേര് നമ്മളൊക്കെ പഠിച്ചു. ഇനി അടുത്ത ഫുഡ് ഫ്രം ആനിമൽസ്. എന്താണ് ഫുഡ് ഫ്രം ആനിമൽസ്? അതായത് നമുക്ക് പ്ലാന്റിൽ നിന്ന് മാത്രമാണ് ഫുഡ് കിട്ടുന്നത്? ഇല്ല, ചെടികളിൽ നിന്ന് മാത്രമാണ് നമ്മൾ കഴിക്കുന്നത്. അല്ല, നമുക്ക് ആനിമൽസിൽ നിന്നും ഫുഡ് കിട്ടാറുണ്ട്. മിൽക്ക്, മീറ്റ്, എഗ്സ് കം ഫ്രം ആനിമൽസ്. നമുക്കറിയാലേ, മിൽക്ക് ആയാലും എഗ് ആയാലും മീറ്റ് ആയാലും ഇതെല്ലാം എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ആനിമൽസിന്റെ കയ്യിൽ നിന്നാണ്. കൗസ് ആൻഡ് ബഫലോസ് ആർ ചീഫ് പ്രൊവൈഡേഴ്സ് ഓഫ് മിൽക്ക്. നമുക്ക് പാല് എന്താണ്? കൗ ആൻഡ് ബഫലോ അല്ലേ, പശുവും എമ്മയാണ് നമുക്ക് മെയിൻ ആയിട്ട് പാല് പ്രൊവൈഡ് ചെയ്യുന്നത്. Though in some places people do have the milk of other animals. അപ്പൊ എന്താണ്, ചില സ്ഥലങ്ങളിൽ വേറെ മൃഗങ്ങളുടെ പാല് നമ്മൾ കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാ നോക്കേ? ലൈക്ക് ക്യാമൽസ്, ഗോട്ട് ആൻഡ് യോക്സ്, യു ഗോട്ട് ബട്ടർ, ഗോട്ട് ആൻഡ് യാക്സ്. എന്താണ്, നമ്മുടെ ആടിന്റെയും ഒട്ടകത്തിന്റെയും യാക്കിന്റെ എല്ലാം പാല് നമ്മൾ കുറെ സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾക്ക് മിൽക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ബഫലോസ് ആൻഡ് കൗ ആണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ യാക്കിന്റെയും എന്താണ് ഗോട്ടിന്റെയും ക്യാമലിന്റെയും ഒക്കെ പാല് മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ട്. യോഗോട്ട്, ബട്ടർ, ചീസ്, പനീർ, ഗീ, ഐസ്ക്രീം, സ്വീറ്റ്, ചോക്ലേറ്റ്, മിൽക്ക് ഷേക്ക്, there are many things that we make from milk. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന മിൽക്കിൽ നിന്നും കൗവിൽ നിന്നും ബഫലോയിൽ നിന്നും ഒക്കെ അങ്ങനെ പോട്ടെ പല സ്ഥലങ്ങളിൽ മിൽക്ക് പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ പല മൃഗങ്ങളിൽ നിന്നും ഉപയോഗിക്കുന്നു. അപ്പൊ ഈ കിട്ടുന്ന മിൽക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? പലതരത്തിലുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ ഈ മിൽക്ക് യൂസ് ചെയ്യണം. ഇത് നമുക്കറിയാം, ചോക്ലേറ്റിലൊക്കെ ഇപ്പോൾ ഡയറി മിൽക്കിന്റെ ഒക്കെ പരസ്യം തന്നെ കാണുമ്പോൾ നമുക്കില്ലേ അറിയാൻ പറ്റും, അതിലൊക്കെ പാല് ചെയ്യുന്നത്. അതുപോലെ മിൽക്കി ബാർ, ചോക്ലേറ്റിൻ്റെ അകത്തും പാലുണ്ട്. അപ്പൊ അതുപോലെ ചോക്ലേറ്റ് ഉണ്ടാക്കാനായാലും ചീസ് അല്ലേ, അതുപോലെ വെണ്ണയും തൈരും ഒക്കെ ഉണ്ടാക്കാനായാലും നമ്മൾ പാല് പനീർ ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഈ മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ബേർഡ്സ് ആർ ഫോർ കെപ്റ്റ് ഫോർ മീറ്റ് ആൻഡ് എഗ്സ് ആർ കാൾഡ് പൗൾട്രി. അപ്പൊ എന്താണ്, നമ്മള് ബേർഡ്സിനെയും അപ്പൊ കോഴികളെയൊക്കെ എന്ത് ചെയ്യും? നമുക്ക് മീറ്റിനും മുട്ടയ്ക്കും ഇറച്ചിക്കും മുട്ടയ്ക്കും വേണ്ടി നമ്മള് കോഴികളെയും പക്ഷികളെയൊക്കെ വളർത്താറുണ്ട് ഇല്ലേ? അപ്പൊ അതിനെ പറയുന്ന പേരാണ് പൗൾട്രി. എന്താണ് പൗൾട്രി? POULTRY. പൗൾട്രി എന്ന് വെച്ചാൽ എന്താണ്? നമ്മള് എഗ്ഗിനും മീറ്റിനും വേണ്ടിയിട്ട് നമ്മള് ബേർഡ്സിനെയും കോഴിനെയൊക്കെ, അതായത് കോഴികളെയും പക്ഷികളെയൊക്കെ വളർത്താറുണ്ട്. എന്തിനു വേണ്ടി? എഗ്ഗിനും മീറ്റിനും വേണ്ടിയിട്ട്. അപ്പൊ അതിനെ നമ്മൾ പറയുന്നതാണ് പൗൾട്രി എന്ന് പറയുന്നത്. നമ്മൾ പൗൾട്രി കേട്ടിട്ടില്ലേ? ചിക്കൻ വിൽക്കുന്ന കട, കോഴിയെ വിൽക്കുന്ന കട നമ്മൾ എഴുതി വെച്ചിട്ടില്ലേ? പൗൾട്രി ഫാമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എന്താണ്? നമുക്ക് ആവശ്യമുള്ള മീറ്റിനും മുട്ടയ്ക്കായിട്ടുള്ള കോഴികളെയൊക്കെ വിൽക്കുന്ന സ്ഥലമാണ്. The most common domestic call is the chicken. നമുക്കറിയാം അല്ലേ, എന്താണ്? ചിക്കൻ ആണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡൊമസ്റ്റിക് കോൾ എന്ന് പറയുന്നത്. People do keep duck and other birds too. അപ്പം ഈ കോഴികൾ മാത്രമല്ല ഭക്ഷിക്കുന്നത്, താറാവുണ്ട്, അതുപോലെ വേറെ ചില പക്ഷികളെ എന്താണ് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. ഷീപ്പ് ആൻഡ് ഗോട്ട് ആർ സം അതർ ആനിമൽസ് ദാറ്റ് പ്രൊവൈഡ് us with meat. അപ്പം ആടില്ലേ, ഷീപ്പും ഗോട്ടും എന്ത് ചെയ്യുന്നു പറഞ്ഞു? നമുക്ക് മീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫിഷ്, ക്രാബ്, ലോബ്സ്റ്റേഴ്സ് ആൻഡ് പ്രോൺസ് കം ഫ്രം റിവേഴ്സ്. അപ്പൊ നമുക്ക് കഴിക്കാനുള്ള വേറെ ആനിമൽസ് ജീവികളുണ്ടല്ലേ, ക്രാബ്, പ്രോൺസ്, പിന്നെ അതാണ് ഫിഷ്. ഇതെല്ലാം നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു? റിവറിൽ നമുക്ക് കഴിക്കാൻ കിട്ടുന്ന ജീവികളാണ്. ലേക്സ് ആൻഡ് സീസ് അല്ലേ, ലേക്സ് തടാകത്തിൽ നിന്നും കടലിൽ നിന്നും ഇവിടെ നിന്ന് നദിയിൽ നിന്നും ഒക്കെ നമുക്ക് കഴിക്കാൻ കിട്ടുന്നതാണ് ഈ ക്രാബ്, പ്രോൺസ്, ലോബ്സ്റ്റേഴ്സ് അല്ലേ, ലോബ്സ്റ്റേഴ്സ് എക്സെട്ര, ഫിഷ് എക്സെട്ര. ഫിഷ് ഓയിൽ ആൻഡ് എഗ്സ് ആർ കൺസിഡർഡ് ടു ബി വെരി ന്യൂട്രിയസ്. ഇല്ല, എന്താണ് നമ്മുടെ ഫിഷിന്റെ ഓയില്, ഫിഷ് നമ്മൾ മീൻ ഉപയോഗിച്ചിട്ട് എണ്ണ ഉണ്ടാകും. അപ്പൊ ആ ഒരു ഫിഷ് ഓയിലും അതിന്റെ മീനിന്റെ എഗ്ഗും മുട്ടയും ഭയങ്കര ന്യൂട്രിയസ് ആയിട്ടുള്ള ഫുഡാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആനിമൽസിൽ നിന്നുള്ള ഫുഡിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ മിൽക്ക്, മീറ്റ്, എഗ്ഗ് ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ആനിമൽസിനെ ഉപയോഗിക്കണ്ടില്ലേ? ആനിമൽസിനെ നമ്മൾ ഈ മിൽക്കും എഗ്ഗും മീറ്റും എല്ലാം നമുക്ക് ആനിമൽസിൽ നിന്നാണ് കിട്ടുന്നത്. മെയിൻ ആയിട്ട് മിൽക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കവും ബഫല്ലോ ആണെങ്കിലും വേറെ പല സ്ഥലങ്ങളിൽ എന്തിൻ്റെയൊക്കെ മിൽക്ക് യൂസ് ചെയ്യുന്നു? ക്യാമലിൻ്റെതുണ്ട്, ഗോട്ട്, യോക്കത്തിൻ്റെയൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ മിൽക്ക് നമ്മൾ പല പ്രോഡക്റ്റിനായിട്ട് ഈ മിൽക്ക് ഉപയോഗിച്ച് നമ്മൾ പല പ്രോഡക്റ്റും ഉണ്ടാക്കുന്നുണ്ട്. ഏതൊക്കെ നമ്മൾ പറഞ്ഞത്? യോഗോട്ട്, പിന്നെ ചീസ്, പനീർ, ചോക്ലേറ്റ്, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് ഈ മിൽക്ക് ഉപയോഗിച്ചാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ മുട്ടയ്ക്കും ഇറച്ചിക്കും വേണ്ടി പക്ഷികളെ വളർത്താറുണ്ട്. പല പക്ഷികളെ വളർത്തുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പക്ഷികളെയും കോഴികളെയൊക്കെ നമ്മൾ വളർത്തുന്നതാണ് പൗൾട്രി എന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ചിക്കൻ, കോഴിയുടെയാണ്. പിന്നെ അത് ഡക്കിന്റെ നമ്മൾ ചിക്കൻ മീറ്റ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് വേറെ കുറെ പക്ഷികളുടെ പക്ഷികളുടെ മീറ്റ് നമ്മൾ കഴിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെന്താണ് അതുപോലെ തന്നെ
അടുത്ത നമ്മൾ പറഞ്ഞ ഷീപ്പും ഗോട്ടും നമുക്ക് മീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് റിവറിൽ നിന്നും ലേക്സിൽ നിന്നും ഓഷ്യനിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ് ഫിഷ്, ക്രാബ്, പ്രോൺസ്, ലോബ്സ്റ്റേഴ്സ് തുടങ്ങിയ കഴിക്കാൻ നമുക്ക് കിട്ടുന്ന ഫുഡാണ്. പിന്നെ നമ്മൾ പറയുന്നത് ഫിഷ് ഓയിൽ അല്ലേ, മീനെണ്ണയും മീനിന്റെ മുട്ടയും തന്നെ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണെന്നാണ് പറയുന്നത്. നോക്കി നമുക്ക് താഴെ പിക്ചറിൽ കണ്ടോ, നമുക്ക് തേൻ കിട്ടുന്നത് എവിടുന്നാണ്? ഹണി ബീസ് അല്ലേ, തേനീച്ചകളിൽ നിന്നാണ് നമുക്ക് തേൻ കിട്ടുന്നത്. നോക്കിക്കേ ആ പിക്ചർ നോക്കേ, ഹണി ബീസ് മേക്ക് ഹണി ഫ്രം ദ നെക്ടർ ഓഫ് ദ ഫ്ലവർ. അപ്പൊ പൂമ്പൊടിയില്ലേ, പൂവിന്റെ പൂമ്പൊടിയിൽ നിന്ന് തേനീച്ചകള് തേൻ ശേഖരിക്കുന്നു. സ്റ്റോർ ഇൻ ദെയർ ഹൈവ്സ്, അപ്പൊ അത് അതിന്റെ തേനീച്ച കൂട്ടിൽ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കും ആ തേനിനെ. നമ്മൾ എന്ത് ചെയ്യും? ഫ്രം വിച്ച് വി എക്സ്ട്രാക്ട് ഇട്ടു, ആ തേനീച്ച കൂട്ടിൽ നമ്മൾ എന്ത് ചെയ്യും? ആ തേനിനെ വേർതിരിച്ചെടുക്കും. അപ്പൊ നമുക്ക് തേൻ എന്ന് പറയുന്ന ഒരു ഐറ്റം തരുന്ന ആരാണ്? നമ്മുടെ തേനീച്ച, ഹണി ബീസ് ആണ്. ഹണി ഈസ് അനദർ തിങ് വി ഗെറ്റ് ഫ്രം ആനിമൽസ്. അപ്പൊ നമുക്ക് ആനിമൽസിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു സാധനമാണ്, മറ്റൊരു കഴിക്കാൻ പറ്റുന്ന സാധനമാണ് തേൻ എന്ന് പറയുന്നത്, ഹണി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ടേസ്റ്റി ആൻഡ് ന്യൂട്രീഷ്യസ് ആൻഡ് ഈസ് യൂസ്ഡ് ടു മേക്ക് ആയുർവേദിക് മെഡിസിൻസ്. അപ്പൊ എന്താണ്? തേൻ എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്. തേൻ കഴിച്ചിട്ടുണ്ടോ? എല്ലാവരും കഴിച്ചിട്ടുണ്ടല്ലേ? നല്ല ടേസ്റ്റ് ആണ്, നല്ല മധുരമാണ്. അപ്പം ആ തേൻ നല്ല ന്യൂട്രീഷ്യസും ആണ്, ടേസ്റ്റി ആയിട്ടാണ്. നമ്മൾ ആയുർവേദിക് മെഡിസിൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മെയിനായിട്ട് തേൻ ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നു ആയുർവേദിക് മെഡിസിൻസിന് വേണ്ടി. ബീസ് മേക്ക് ഹണി ഫ്രം ദ നെക്ടർ ഓഫ് ദ ഫ്ലവേഴ്സ് ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ ദെയർ ഹൗസ്. എന്ത് ചെയ്യുന്നു? ഹണി തേനീച്ചൽ എന്ത് ചെയ്യുന്നു? ഫ്ലവേഴ്സിന്റെ നെക്ടറിൽ അല്ലേ, പൂമ്പൊടിയിൽ നിന്ന് തേൻ ശേഖരിച്ച് അത് തന്നെ തേനീച്ചക്കൂട്ടിൽ കൊണ്ടുപോകും. നമ്മൾ എന്ത് ചെയ്യും? എക്സ്ട്രാക്ടിങ് ഹണി ഫ്രം എ ബീ ഈസ് എ സ്കിൽ ദാറ്റ് പീപ്പിൾ ഹാവ് ടു ലേൺ. അപ്പൊ അത് അറിയാവുന്നില്ലേ, തേനീച്ചക്കൂട്ടിൽ നിന്ന് തേൻ എടുക്കാൻ അറിയാവുന്ന ആളുകൾ എന്ത് ചെയ്യും? ആ തേൻ എടുത്തിട്ട് അതിനെ കൊണ്ടുവന്ന് പിന്നെ വേറെ രീതിയിൽ മാറ്റി നല്ല പ്യുവർ ഹണിയായിട്ട് നമ്മുടെ കയ്യിൽ എത്തിക്കും. എ പ്ലേസ് വേർ ബീസ് ആർ കെപ്റ്റ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഹണി ഈസ് കാൾഡ് അപ്പിയറി. എന്താണ് അപ്പിയറി എന്ന് വെച്ചാൽ? എന്താണ് അപ്പിയറി എന്ന് വെച്ചാൽ? എന്താണ്? A place where bees are kept for the production of honey is called apiary. എന്താണ്? നമ്മുടെ ഈ തേനിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് തേനീച്ചകളെ വളർത്തുന്ന ആ സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അപ്പിയറി എന്ന് പറയുന്നത്. എന്താണ് അപ്പിയറി? APIARY എന്ന് പറയുന്നതാണ്. നമ്മുടെ തേൻ ഉണ്ടാക്കാൻ വേണ്ടി, തേനിന്റെ പ്രൊഡക്ഷൻ വേണ്ടിയിട്ട് തേനീച്ചകളെ സൂക്ഷിക്കുന്ന സ്ഥലത്താണ് അപ്പിയറി എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് ബീ കീപ്പിംഗ് ഈസ് കാൾഡ്. അപ്പൊ അങ്ങനെ ആ തേനീച്ചയെ സൂക്ഷിക്കുന്നത് നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്പികൾച്ചർ. എന്താണ് അപ്പികൾച്ചർ? ഇതാണ് തേൻ. അങ്ങനെ തേനീച്ചകളെ വളർത്തുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? തേനീച്ചകളെ വളർത്തുന്നതിനെ നമ്മൾ അപ്പിയറി ആണെന്ന് പറയുന്നത്. ഹണിയുടെ പ്രൊഡക്ഷൻ വേണ്ടി നമ്മൾ തേനീച്ചകളെ സൂക്ഷിക്കുന്ന സ്ഥലത്തിലെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് അപ്പിയറി എന്ന് പറഞ്ഞത്. അങ്ങനെ ആ തേനീച്ചകളെ സൂക്ഷിച്ച് തേൻ എടുക്കുന്ന അതിനെ നമ്മൾ അപ്പികൾച്ചർ എന്നും പറയുന്നത്. നമ്മൾ അപ്പിയറി എന്താണെന്ന് പഠിച്ചു, അപ്പികൾച്ചർ എന്താണെന്ന് പഠിച്ചു. നമ്മൾ എന്താണ് ഹണി ഇല്ലേ, തേനീച്ചകളിൽ നിന്ന് അല്ലെങ്കിൽ അനിമൽസിൽ നിന്ന് കിട്ടുന്ന നമുക്ക് മറ്റൊരു സാധനമാണ് ഹണി എന്ന് പറയുന്നത്. നമുക്ക് ഹണി ബീസ് ആണല്ലേ, തേനീച്ചകളാണ് ഹണി നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യും? തേനീച്ചകൾ പൂവിന്റെ നെക്ടറിൽ നിന്ന്, ഫ്ലവറിന്റെ നെക്ടറിൽ നിന്ന് തേൻ ശേഖരിച്ചിട്ട് അതിന്റെ കൂട്ടിൽ കൊണ്ട് വെക്കുമ്പോൾ അത് കൈകാര്യം ചെയ്യില്ല, അത് എടുക്കാൻ അറിയാവുന്ന ആളുകളെ വിട്ടത് നമ്മൾ എടുത്തിട്ട് അതിനെ കുറെ പ്രോസസ്സിലൂടെയൊക്കെ മാറ്റി പ്യുവർ തേനായിട്ട് ബാക്കിയുള്ളവരുടെ കയ്യിലെത്തിക്കുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ ഹണിയുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് തേനീച്ചകളെ സൂക്ഷിക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ അപ്പിയറി എന്ന് പറയുന്നത്. അങ്ങനെ സൂക്ഷിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? അപ്പികൾച്ചർ എന്ന് പറയുന്നത്. നമുക്കൊക്കെ മനസ്സിലായത് ഇത്രയും. നമ്മൾ പറഞ്ഞു പ്ലാന്റിൽ നിന്ന് മാത്രമല്ല നമുക്ക് ഫുഡ് കിട്ടുന്നത്, ആനിമൽസിൽ നിന്നും നമുക്ക് ഫുഡ് കിട്ടാറുള്ളൂ എന്ന് പറഞ്ഞു. ഏതൊക്കെ നമ്മൾ പറയുന്നത്? മീറ്റ്, മിൽക്ക്, എഗ്, ഇതെല്ലാം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ആനിമൽസിൽ നിന്ന് കിട്ടുന്ന ഫുഡാണ്. ഇതെല്ലാം എന്താണ്? ന്യൂട്രീഷ്യസും ഹെൽത്തി ഫുഡാണ്. മിൽക്കൊക്കെ എന്താണ്? നല്ല ന്യൂട്രീഷ്യസ് ഫുഡാണ് മിൽക്ക് എന്ന് പറയുന്നത്. നമുക്ക് കവും ബഫലോണ് മെയിനായിട്ട് മിൽക്ക് പ്രൊവൈഡ് ചെയ്തെങ്കിലും വേറെ സ്ഥലങ്ങളിൽ ക്യാമൽസിന്റെയും യാക്കിന്റെയും ഗോട്ടിന്റെയൊക്കെ മിൽക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ മിൽക്ക് നമ്മൾ ഉപയോഗിച്ചിട്ട് വേറെ കുറെ പ്രോഡക്റ്റ് ഉണ്ടാക്കാറുണ്ട് അല്ലേ? പനീർ, ചീസ്, ഗീ ഇല്ലേ, ഗീ, പിന്നെന്താണ് യോഗോട്ട്, പിന്നെന്താണ് നമ്മൾ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ്, ഇതെല്ലാം ഈ മിൽക്ക് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് നമ്മൾ എഗ്സിനും മീറ്റിനും വേണ്ടിയിട്ട് നമ്മൾ ബേർഡ്സിനെയും കോഴികളെയൊക്കെ വളർത്താറുണ്ട്. നമ്മൾ പൗൾട്രി എന്ന് വിളിക്കും അല്ലേ, പൗൾട്രി എന്ന് വിളിക്കും. പിന്നെന്താണ് നമ്മൾ ചിക്കൻ, കോഴിയുടെ അത് മാത്രമല്ല മീറ്റിനെ കഴിക്കുന്നത്. പിന്നെ നമ്മൾ എന്തിൻ്റെ കഴിക്കും? താറാവിൻ്റെ, ഡക്കിൻ്റെ, അത്
ബേർഡ്സിന്റെ കഴിക്കുന്നുണ്ട്. പിന്നെ ഷീപ്പും ഗോട്ടും വേറെ ആളുകളൊക്കെയാണ് അതിന്റെ മീറ്റും കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫിഷ്, ക്രാബ്, പ്രോൺസ്, ലോബ്സ്റ്റേഴ്സ് ഇതെല്ലാം നമുക്ക് റിവറിൽ നിന്നും ലേക്കിൽ നിന്നും സീയിൽ നിന്നൊക്കെ കഴിക്കാൻ കിട്ടുന്ന ഫുഡാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് നമ്മുടെ എന്താണ് ഫിഷ് ഓയിലും ഫിഷ് എഗ്ഗും എന്ന് പറഞ്ഞാൽ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ആനിമൽസിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫുഡാണ് ഹണി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഹണി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഹണി ബീസ് തേനീച്ചകളാണ്. തേനീച്ചകൾ പൂവിന്റെ പൂമ്പൊടിയിൽ നിന്ന് തേൻ ശേഖരിച്ച് എന്ത് ചെയ്യുന്നു, അവരുടെ കൂട്ടിൽ കൊണ്ട് വെക്കുകയും അങ്ങനെ അത് പിന്നെ നമ്മൾ എടുത്തിട്ട് പ്യുവർ ഹണിയായിട്ട് മാറ്റും. അപ്പൊ നമ്മൾ അങ്ങനെ തേനീച്ചകളെ സൂക്ഷിക്കുന്നു, ഹണിയുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് തേനീച്ചകളെ സൂക്ഷിക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കെപ്റ്റ് ഫോർ പ്രൊഡക്ഷൻ. ആ ഒരു പ്ലേസിനെയാണ് നമ്മൾ അപ്പിയറി എന്ന് പറയുന്നത്. അങ്ങനെ അപ്പിയറി എന്ന് പറഞ്ഞത് പിന്നെ അങ്ങനെ സൂക്ഷിക്കുന്നതിനെ സ്ഥലത്തിനെയാണ് സൂക്ഷിക്കുന്നതിനെ നമ്മൾ അഗ്രികൾച്ചർ എന്നും വിളിച്ചു. ഇനി ഹൗ ഫുഡ് കം ടു അസ്, നമ്മുടെ കയ്യിൽ എങ്ങനെ ഫുഡ് വരുന്നു ഇല്ലേ. ഹൗ ഫുഡ് കം ടു അസ്, എങ്ങനെയാണ് ഫുഡ് നമ്മളിലേക്ക് എത്തുന്നത് നോക്കിക്കേ. സപ്പോസ് യു ഹാഡ് റൊട്ടി, ദാൽ, വെജിറ്റബിൾസ് ആൻഡ് ദാൽ ഫോർ ലഞ്ച്. അപ്പൊ നമ്മുടെ ലഞ്ചിൽ നമുക്ക് റൊട്ടിയോ ദാലോ വെജിറ്റബിൾസോ ഒക്കെ ഉൾപ്പെടുത്തുമെന്ന് വിചാരിച്ചോ. ഡു യു നോ ഹൗ ദേ കം ടു യുവർ പ്ലേസ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ പ്ലേറ്റിൽ എങ്ങനെ എത്തിയത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് റൊട്ടി ഉച്ചയ്ക്ക് നമ്മൾ വെജിറ്റബിൾസ് കഴിക്കുന്നു, റൊട്ടി കഴിക്കുന്നു, ദാൽ കഴിക്കുന്നു. അപ്പൊ ഇതെല്ലാം നമ്മുടെ പ്ലേറ്റിൽ എങ്ങനെ എത്തി? നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വന്നിരിക്കുമ്പോൾ നമ്മുടെ പ്ലേറ്റിൽ ഇതെല്ലാം കാണും. ഇതെങ്ങനെ നമ്മുടെ പ്ലേറ്റിൽ എത്തിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എങ്ങനെ എത്തുന്നു? ഫ്രം ദ കിച്ചൺ ഓഫ് കോഴ്സ് ഇല്ലേ. ശരിയാണ്, നമ്മുടെ കിച്ചണിൽ നമ്മൾ അമ്മ ഉണ്ടാക്കി തരുന്നതാണ് നമ്മളത് കഴിക്കുന്നത്. പക്ഷെ അത് അമ്മയ്ക്ക് എവിടെ കിട്ടും ഇല്ലേ. ആൻഡ് യുവർ പേരൻസ് മസ്റ്റ് ഹാവ് ബോട്ട് the atta, dal, vegetables, oil, salt, spices and milk from the market. But how did they reach the market? അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ പ്ലേറ്റിലിരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയതെന്ന് നമ്മൾ എന്ത് പറയാം? നമുക്ക് കിച്ചണിൽ നിന്ന് നമ്മുടെ പേരൻസ് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. എങ്കിൽ ഈ പേരൻസ് ഇത് എങ്ങനെ കിട്ടി? അപ്പോൾ നമ്മൾ പറയാം പേരൻസ് മാർക്കറ്റിൽ പോയിട്ട് ഈ ദാലും വെജിറ്റബിൾസും ഓയിലും ഇല്ലേ ഫ്രൂട്ട്സും എല്ലാം അവർ മാർക്കറ്റിൽ പോയി മേടിക്കുന്നതെന്ന്. പക്ഷെ ഈ മാർക്കറ്റിലേക്ക് എങ്ങനെ അത് വരുന്നു ഇല്ലേ. ബട്ട് ഹൗ ഡിഡ് ദ റീച്ച് ദ മാർക്കറ്റ്, എങ്ങനെ മാർക്കറ്റിലേക്ക് എത്തുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് നോക്കാം. ടേക്ക് ആട്ട ഫോർ എക്സാമ്പിൾ. ആട്ടയുടെ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. അതെങ്ങനെ മാർക്കറ്റിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ അതെങ്ങനെ നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നു നമുക്കൊന്ന് നോക്കാം. ഒരു ഉദാഹരണത്തിന് നമുക്ക് എന്താണ് ആട്ട എടുക്കാം. ആട്ട അല്ലെ ആട്ടപ്പൊടി നമ്മൾ കേട്ടിട്ടില്ലേ, ദോശയും പുട്ടൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പൊടി ആട്ടപ്പൊടി. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നോക്കേ, ഫാമേഴ്സ് ഗ്രോ വീറ്റ് ഇൻ ദെയർ ഫീൽഡ്. അപ്പൊ ഈ ആട്ട ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടിയിൽ നിന്നാണ്. അപ്പം ഫാമേഴ്സ് എന്തോ ആദ്യം അവരുടെ വയലില് ഗോതമ്പിൽ വീറ്റ് വളർത്തും, ഗോതമ്പ് ചെടി വളർത്തും. വെൻ ദ വീറ്റ് റിപ്പൻസ് ദേ ഹാർവസ്റ്റ് ഇറ്റ്. അപ്പൊ എന്ത് ചെയ്യുന്നു, അതാണ് അതിന്റെ പാകമാണ്. ഗോതമ്പ് വിളഞ്ഞ് നമുക്ക് വിളവെടുക്കാനുള്ള പാകം ആവുമ്പോഴത്തേക്കും ഫാമേഴ്സ് അതിനെ വിളവെടുക്കുന്നു. സം സെൽ ഇറ്റ് ടു ട്രേഡേഴ്സ് ആൻഡ് സം സെൽ ഇറ്റ് ഡയറക്ട്ലി ടു ഫ്ലവർ മിൽസ്. അപ്പൊ കുറച്ചവർ അതുപോലെ തന്നെ എന്ത് ചെയ്യും, ട്രേഡേഴ്സിന് വിൽക്കും. കുറച്ചവര് മില്ല് ഈ ഗോതമ്പ് അരിപ്പൊടിക്കുന്ന മില്ലില് കൊടുക്കുന്നു. Either way, the wheat has to be transported from farms to mill. അപ്പോൾ നമ്മൾ ഒരു രീതിയിൽ പറഞ്ഞതാണ് ഈ ഫാമേഴ്സിന്റെ കയ്യിൽ നിന്നും ആ ഗോതമ്പ് എവിടെ എത്തി, മില്ലുകാരുടെ കയ്യിലെത്തി. From the mill, the ground wheat or atta is transported to shop. പിന്നെ ഈ മില്ലിൽ നിന്നാണ് എന്താണ് ഈ നമ്മൾ ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന് വീറ്റ് അല്ലെങ്കിൽ ആട്ട എന്ന് പറയുന്നത് പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്ത് ബാക്കിയുള്ള ഷോപ്പിലേക്ക് ആ മില്ലിൽ നിന്നാണ് എത്തുന്നത്. ബിഗ് ഷോപ്പ് കീപ്പേഴ്സ് ആൾക്കാരുടെ ഹോൾസെയിലേഴ്സ്. നമുക്കറിയില്ലേ, ബിഗ് ഷോപ്പ് കീപ്പേഴ്സിനെ നമ്മൾ എന്താണ് വലിയ കച്ചവടക്കാരെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, ഹോൾസെയിലേഴ്സ് എന്ന് വിളിക്കുന്നു ഇല്ലേ. നമുക്കറിയാൻ കേട്ടിട്ടില്ലേ, വലിയ കച്ചവടക്കാർ നമ്മൾ ഹോൾസെയിൽ നമ്മൾ പറയും. ചെറിയ കടകളിലേക്ക് നമ്മൾ എവിടുന്നാണ് സാധനം എടുക്കുന്ന, ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ കേട്ടിട്ടില്ലേ. ബിഗ് ഷോപ്പ് കീപ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഹോൾസെയിലേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം ഹോൾസെയിലേഴ്സിന്റെ കയ്യിൽ നിന്നാണ് ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ ഗോതമ്പ് ചില റീറ്റെയിലുകാർ മേടിക്കുന്നത്. വൈ സ്മാൾ ഷോപ്പ് കീപ്പേഴ്സ് ആൾക്കാരുടെ റീറ്റെയിലേഴ്സ്. അപ്പം ഹോൾസെയിലേഴ്സ് എന്ന് വെച്ചാൽ ബിഗ് ഷോപ്പ് കീപ്പേഴ്സും റീറ്റെയിലേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, റീറ്റെയിലേഴ്സ് എന്ന് വെച്ചാൽ സ്മാൾ ഷോപ്പ് കീപ്പേഴ്സ് ആണ്. അപ്പം ഈ എന്താണ് ബിഗ് ഷോപ്പ് കീപ്പേഴ്സ് ആൾക്കാരുടെ ഹോൾസെയിലേഴ്സ്, വൈ സ്മാൾ ഷോപ്പ് കീപ്പേഴ്സ് ആൾക്കാരുടെ റീറ്റെയിലേഴ്സ്. We generally buy our supplies from retailers. അപ്പം നമ്മൾ എവിടുന്നാണ് മേടിക്കുന്നത്, റീറ്റെയിൽ കടയിൽ നിന്നാണ് നമ്മൾ മിക്കപ്പോഴും മേടിക്കുന്നത്. Who get their supplies from wholesalers. അവർ എവിടെ നിന്നായിരിക്കും, റീറ്റെയിൽ ഹോൾസെയിൽ കടക്കാരിൽ നിന്ന് റീറ്റെയിൽ കടക്കാരെ എടുത്ത് നോക്കും. അവിടെ നിന്ന് നമ്മൾ വീറ്റ് അല്ലെങ്കിൽ ആട്ട നമ്മൾ മേടിക്കുന്നു. ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് ആർ ട്രാൻസ്പോർട്ടഡ് ഡയറക്ട്ലി ടു ഹോൾസെയിൽ മാർക്കറ്റ്. അപ്പോൾ ഫ്രൂട്ടും വെജിറ്റബിൾസും ആണെങ്കിൽ അത് നേരിട്ട് ഹോൾസെയിൽ മാർക്കറ്റിലോട്ട് വരും. അതിൻ്റെ ഇടയ്ക്ക് മില്ലിൽ
അത് വരത്തില്ല. കാരണം ഫ്രൂട്ട്സും വെജിറ്റബിൾസും മില്ലിൽ കൊണ്ടിട്ട് പൊടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ ആട്ട വീറ്റ് റൈസ് ഒക്കെ പോലുള്ളതാണെങ്കിൽ നമ്മൾ ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് മില്ലാരും മേടിക്കും, വേറെ കച്ചവടക്കാരും മേടിക്കും. മെയിൻലി മില്ലാരും മേടിച്ചിട്ട് അത് പൊടിച്ചിട്ടാണ് ഹോൾസെയിൽ കടയിൽ വരുന്നത്. അവിടുന്ന് പിന്നെ റീറ്റെയിൽ കടക്കാർ മേടിക്കുന്നു, അവരുടെ കയ്യിൽ നമ്മളത് പർച്ചേസ് ചെയ്യുന്നു. ഇപ്പൊ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണെങ്കിൽ ഇങ്ങനെ മില്ലിൽ പോകേണ്ട കാര്യമില്ല, നേരിട്ട് ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഹോൾസെയിലാരും റീറ്റെയിലാരും മേടിക്കുന്നു. Since they do not have to process the in mill, sugar cane and oil seeds like mustard and groundnut are transported to sugar mill and oil mills. അപ്പോൾ ഷുഗർ കെയിൻ ആണെങ്കിൽ നമുക്ക് എന്താണ് കാര്യം? ഷുഗർ കെയിനിൽ നിന്നാണ് നമ്മൾ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഷുഗർ കെയിൻ ആണെങ്കിൽ നേരിട്ട് കൊണ്ടൊന്നും പഞ്ചസാര ആവില്ല. ഷുഗർ കെയിൻ ഒക്കെ വിളവെടുക്കുന്ന സമയത്ത് ആ നേരെ നമ്മൾ മില്ലിലേക്ക് എത്തിക്കും. ആ മില്ലിൽ നിന്നാണ് പിന്നെ അത് അതിനെ പ്രോസസ്സ് ചെയ്ത് ഷുഗർ ആക്കി മാറ്റുന്നത്. അതുപോലെ ഓയിൽ സീഡും മസ്റ്റാർഡും ഒക്കെ എന്താണ്, എണ്ണ വിത്തുകളും മസ്റ്റാർഡും ഒക്കെ എന്ത് ചെയ്യുന്നത്, മില്ലിൽ കൊണ്ടുപോയി അതിന്റെ പ്രോസസ്സ് നടത്തിയിട്ടാണ് ആ ഓയിലൊക്കെ ആക്കി ഹോൾസെയിൽ കടയിലൊക്കെ എത്തിക്കുന്നത്. പക്ഷെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെ മില്ലിൽ എത്തിക്കേണ്ട കാര്യമില്ല, അത് നേരെ ഫാമേഴ്സിൽ നിന്നും ഹോൾസെയിലറിലോട്ട് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ എന്താണ് നമ്മളിതിൽ പറയുന്നത്? ഹൗ ഫുഡ് കം ടു അസ്, നമ്മുടെ കയ്യിലേക്ക് ഫുഡ് എങ്ങനെയാ വരുന്നതെന്ന് പറഞ്ഞു. നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പൊ ആട്ടയാണ് നമ്മൾ എടുത്തത്. ആട്ട എവിടുന്ന ഉത്പാദിപ്പിക്കുന്നത്? ഗോതമ്പിൽ നിന്നാണ് ഈ ആട്ട നമ്മൾ ഉത്പാദിപ്പിക്കുന്നത്, വീട്ടിൽ നിന്ന്. അപ്പൊ ഒരു ഫാമർ ആദ്യം വീറ്റ് ആളുടെ ഫീൽഡില് വളർത്താൻ വയലാൻ നട്ടു വളർത്തി അത് പാകമാകുമ്പോൾ വിളവെടുത്തിട്ട് കുറച്ച് എന്ത് ചെയ്യും, കുറച്ച് നമ്മുടെ മില്ലിൽ കൊടുക്കുകയും അതുപോലെ എന്താണ് കുറച്ച് ട്രേഡേഴ്സിന് വ്യാപാരികൾക്ക് കൊടുക്കുകയും കുറച്ച് നമ്മൾ മില്ലിൽ കൊടുക്കുകയും. അപ്പം മില്ലിൽ കൊടുക്കുന്ന വീറ്റ് അവർ എന്ത് ചെയ്യും, ഇല്ലാതെ അത് പൊടിച്ച് നമ്മുടെ ആട്ടയാക്കി നമ്മുടെ ഹോൾസെയിൽ കടയിൽ കൊടുക്കുകയും ഹോൾസെയിൽ കടക്കാരിൽ നിന്ന് റീറ്റെയിലർ മേടിക്കുകയും റീറ്റെയിലിൽ നിന്ന് നമ്മുടെ പേരൻസിലെ മാർക്കറ്റിൽ പോയി അവരത് മേടിക്കുകയും അതങ്ങനെ റീറ്റെയിലുകാർ വഴി ഹോൾസെയിൽ മാർക്കറ്റിൽ എത്തിച്ചേരുകയും അവരുടെ കയ്യിൽ നമ്മളത് പർച്ചേസ് ചെയ്യുന്നു. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണെങ്കിൽ അങ്ങനെ മില്ലിൽ പോകേണ്ട കാര്യമില്ല, നേരിട്ട് ഹോൾസെയിൽ റീറ്റെയിൽ ആൾക്കാരുടെ കയ്യിലോട്ട് എത്തുന്നു. ഓയിൽ സീഡ്, ഷുഗർ കെയിൻ, മസ്റ്റാർഡ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം, അത് മില്ലിൽ പോയിട്ട് ഹോൾസെയിലുകാരുടെ വരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഹോൾസെയിൽ മാർക്കറ്റിന്റെ എന്താണ് ഒരു പിക്ചർ കാണിച്ചിരിക്കുന്നത് ഹോൾസെയിൽ മാർക്കറ്റാണ്. അവിടെ എല്ലാ സാധനങ്ങളും കൊണ്ട് ഭയങ്കര തിരക്കൊക്കെയാണ്. ഓക്കെ, ഹോൾസെയിൽ മാർക്കറ്റിന്റെ പിക്ചറാണത്. ഇത് നോക്കിയേ. വാട്ട് അബൌട്ട് ഫിഷ്, മീറ്റ്, എഗ് ആൻഡ് മിൽക്ക് ഇല്ലേ? അപ്പൊ ഫിഷും എഗും മീറ്റും നമുക്ക് എങ്ങനെയാണ് എത്തിച്ചേരുന്നത്, അതിന്റെ കാര്യം നോക്കാം. ഫിഷർമാൻ ക്യാച്ച് ഫിഷ് ഫ്രം റിവേഴ്സ്, പോണ്ട്, ലേക്ക് ആൻഡ് സീ. ഫിഷർമാൻ എന്ത് ചെയ്യുന്നു? ലേക്കിലോ പോണ്ടിലോ സീയിൽ നിന്നോ ഒക്കെ മീൻ പിടിക്കുന്നു. ട്രഡീഷണൽ ഫിഷർമാൻ യൂസ് ഫിഷിംഗ് ബോട്ട് ആൻഡ് നെറ്റ്. ട്രഡീഷണൽ ഫിഷർമാൻ എന്ത് ചെയ്യുന്നു? നെറ്റും ബോട്ടും ഉപയോഗിച്ചാലല്ലേ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നെറ്റും ബോട്ടും ഉപയോഗിച്ചിട്ടായിരുന്നു ഫിഷ് പിടിച്ചുകൊണ്ടിരുന്നത്. കടലിൽ നിന്നും എന്താണ് റിവറിൽ നിന്ന് ലേക്കിൽ നിന്നൊക്കെ മീൻ പിടിച്ചുകൊണ്ടിരുന്നത്. ട്രാവലേഴ്സ് ആർ മെക്കാനൈസ്ഡ് ബോട്ട്സ് യൂസ്ഡ് ഫിഷ് ഇൻ ദ ഏരിയ. അപ്പൊ ട്രാവലേഴ്സ് എന്ത് ചെയ്തു? മെക്കാനൈസ്ഡ് ബോട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ആ ഒരു സീല് നമ്മൾ കടലിൽ നിന്ന് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? മോഡേൺ അതായത് മത്സ്യത്തൊഴിലാളികൾ ബോട്ട് മെക്കാനൈസ്ഡ് യന്ത്രവൽകൃത ബോട്ടുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. They have a large net attached to them. അപ്പൊ ആ ബോട്ടിൽ തന്നെ ആ യന്ത്രവൽകൃത ബോട്ടിലെ മെക്കാനൈസ്ഡ് ബോട്ടിൽ എന്താണ് ഒരു വല അതുമായിട്ട് നെറ്റ് അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? These net are trapped along the bottom of the sea. കടലിന്റെ മുകളിൽ ഇങ്ങനെ ആ ഒരു വല വിരിച്ചിട്ട് and can catch a lot of fish at one go. അപ്പൊ എന്താണ് ആ ഒരു ബോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ആ വല നമ്മൾ അത് ഫിഷർമാൻസ് ആ ഒരു കടലിന്റെ മുകളിലോട്ട് അങ്ങ് വിരിച്ചിട്ട് അറിയാൻ മത്സ്യം ഒരുപാട് മത്സ്യം നമുക്ക് ആ ഒറ്റ തവണ തന്നെ നമുക്ക് ഒരുപാട് മത്സ്യം പിടിക്കാൻ പറ്റും അങ്ങനെ വലയിട്ട്. The fish caught by fishermen are brought to wholesale market from where retailers get their supplies. അപ്പൊ എന്താണ് ഈ ഫിഷ് പിടിച്ചിട്ട് ആ ഫിഷർമാൻ എന്ത് ചെയ്യും? ഹോൾസെയിലായിട്ടുള്ള ആളുകൾക്ക് അത് വിൽക്കും. ഹോൾസെയിലാരിൽ നിന്ന് അത് നേരത്തെ പറഞ്ഞ റീറ്റെയിലാർ മേടിക്കുക, റീറ്റെയിലാരിൽ നിന്ന് നമ്മൾ ഫിഷ് വാങ്ങുകയും ചെയ്യുന്നു ഇല്ലേ? നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഫിഷ് കൊണ്ടുവരത്തില്ല, അതിങ്ങനെ ഹോൾസെയിലാരിൽ നിന്ന് മേടിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ വീടുകളിലൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമ്മുടെ കയ്യിൽ എങ്ങനെ എത്തുന്നതെന്ന് പറഞ്ഞു. അതുപോലെ വീറ്റും റൈസിൽ നിന്നുള്ള പ്രോഡക്റ്റാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു. അതുപോലെ നമ്മളിപ്പോൾ പറയുന്നത് എഗ്ഗും മിൽക്കും മീറ്റും ഒക്കെ ഈ ഒരു രീതിയിലാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നത്. വാട്ടർ ബോഡി where fish are cultivated is called fishery. അപ്പൊ എന്താണ് നമ്മുടെ വാട്ടർ ബോഡിയിൽ നിന്ന് ഫിഷിനെ പിടിച്ച് അല്ലെങ്കിൽ ഫിഷ് വളർത്തുന്ന അല്ലെങ്കിൽ ആ ഫിഷിനെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് നമ്മൾ ഫിഷറി എന്ന് വിളിക്കുന്നത്. അടുത്ത നോക്കിയാൽ ഫുഡ് ഹാബിറ്റ്. നമുക്ക് കുറച്ച് ഭക്ഷണ ശീലങ്ങളുണ്ട് ഇല്ലേ? നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? ഫുഡ് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞു. ഫുഡ് നമ്മൾ പ്ലാന്റിൽ നിന്ന് നമുക്ക്
ഫുഡ് കിട്ടുന്ന ആനിമൽസിൽ നിന്ന് പറഞ്ഞു. പിന്നെ ഹൗ ഫുഡ് കം ടു അസ്, നമ്മുടെ കയ്യിലേക്ക് ഈ ഫുഡെല്ലാം എങ്ങനെ എത്തിച്ചേർന്നു. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഫുഡ് ഹാബിറ്റ്. ഫുഡ് ഹാബിറ്റ് എന്ന് വെച്ചാൽ ഭക്ഷണശീലം. നോക്കിക്കേ, the type of food we generally eat, the number of meals we have in a day, and the time at which we take these meals constitute of our food habit. അപ്പോൾ എന്താണ് നമ്മുടെ ഫുഡ് ഹാബിറ്റിൽ, ഭക്ഷണശീലത്തിൽ എന്താണ് പറയുന്നത്? നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഫുഡാണ് ജനറലി കഴിക്കുന്നത്. പിന്നെ the number of meals we have in a day, ഒരു ഡേയിൽ നമ്മൾ കഴിക്കുന്ന ആ മീൽസിന്റെ എണ്ണം, and at the time which we take these meals constitute our food habit. അപ്പോൾ ഈ ഒരു എന്താണ് നമ്മുടെ ആ മീൽ എപ്പോഴൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്, അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വരുന്നതാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്, ഭക്ഷണശീലം എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ എപ്പോഴൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്, ജനറലി നമ്മൾ ഏത് ഫുഡാണ് കഴിക്കുന്നത്, അത് എപ്പോഴാണ് കഴിക്കുന്നത്, എത്ര അല്ലെങ്കിൽ എമൗണ്ട് അല്ലെങ്കിൽ നമ്പർ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത്. നോക്കിക്കേ, the very first thing about good food habit is to eat as much as one need to a fixed time of the day. എന്താണ് ഒരു ദിവസത്തിന്റെ നിശ്ചിത ഇടവേളകളിൽ എന്ത് ചെയ്യണം, സമയങ്ങളിൽ എന്താണ് നമുക്ക് ആവശ്യമുള്ള ഫുഡ് മാത്രം കഴിക്കണം അല്ലേ. ഒരു സമയത്തിന് അതൊരു ഇടവേള വേണം, ഒരു സമയം വേണം. അപ്പൊ ആ സമയത്തിൽ നമുക്ക് ആവശ്യമുള്ള ഫുഡ് നമ്മൾ എന്ത് വേണം കഴിക്കണം, നമുക്ക് ആവശ്യമുള്ളത് മാത്രം കഴിക്കണം. അപ്പൊ അതിന് നമുക്ക് എന്താണ് ഒരു ഗുഡ് ഫുഡ് ഹാബിറ്റിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഒരു നല്ല ഭക്ഷണശീലമായിട്ട് നമുക്ക് അതിനെ പറയാം. എന്താണ്, അപ്പോൾ ഒരു ദിവസത്തിൽ നിശ്ചിത ഇടവേളകൾ, അതായത് ഒരു പ്രത്യേക സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഫുഡ് മാത്രം നമ്മൾ കഴിക്കരുത്. വാരി വലിച്ച് തിന്ന് പല തോന്നുന്ന സമയങ്ങളിൽ തിന്നാതെ കറക്റ്റ് ടൈം നമ്മൾ സെറ്റ് ചെയ്തിട്ട് ആ സമയങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള ഫുഡ് മാത്രം കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഗുഡ് ഫുഡ് ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു നല്ല ഭക്ഷണശീലം എന്ന് പറഞ്ഞാൽ അതാണ്. നോക്കിക്കേ, ഓവർ ഈറ്റിംഗ് ലീഡ്സ് ടു ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ആൻഡ് ഒബസിറ്റി. അപ്പൊ നമുക്കറിയാലേ, ഓവറായിട്ട് നമ്മൾ കഴിക്കുന്നു, വാരി വലിച്ച് ഫുഡെല്ലാം കഴിച്ചാൽ നമ്മൾ എന്താണ് അതെന്താണ് ഡൈജസ്റ്റീവ് പ്രോബ്ലം, നമുക്ക് ആഹാരം ദഹന പ്രശ്നവും ഉണ്ടാവും. അതുപോലെ ഒബസിറ്റി, എന്താണ് ഒബസിറ്റി എന്ന് വെച്ചാല് എന്താണ് അമിതവണ്ണം, പൊണ്ണത്തടി എന്നൊക്കെ നമ്മൾ പറയാം. അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി ഉണ്ടാവാൻ അത് കാരണമാകും. എന്ത് ഭക്ഷണം ഒരു ഗുഡ് ഫുഡ് ഹാബിറ്റ് കീപ്പ് ചെയ്യാതെ നമ്മൾ ആഹാരം ഇങ്ങനെ തോന്നുന്ന സമയത്ത് തോന്നുന്ന പോലെ വാരി വലിച്ച് കഴിച്ചാൽ നമുക്ക് എന്തുണ്ടാവും, പൊണ്ണത്തടി, ഒബസിറ്റി ഉണ്ടാവില്ലേ, അമിതവണ്ണവും ഉണ്ടാവും. അതുപോലെ എന്താണ് നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. person is unhealthy fat, obesity causes many diseases. അപ്പൊ എന്താണ് ഇങ്ങനെ നമ്മൾ പൊണ്ണത്തടി വെക്കുവാണെങ്കിൽ ആ അമിതവണ്ണം വരുവാണെങ്കിൽ അത് എന്താണ് അൺഹെൽത്തി ഫാറ്റ് ആണെങ്കിൽ എന്താണ് നമുക്ക് അൺഹെൽത്തി ആയിട്ടുള്ള നമുക്ക് എന്താണ് ആരോഗ്യകരമല്ലാത്തൊരു ഫാറ്റ് കൊഴുപ്പിന് കാരണമാവുകയും ചെയ്യും. അതുപോലെ ഒബസിറ്റി കോസസ് മെനി ഡിസീസസ്, ഒരുപാട് എന്താണ് രോഗങ്ങൾക്കും ഈ ഒരു അമിതവണ്ണം കാരണമാകും. അപ്പൊ നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഫുഡ് ഹാബിറ്റിൽ നമ്മുടെ ഭക്ഷണശീലത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടോപ്പിക് എന്താണ്, നമ്മുടെ ടോപ്പിക്കിന്റെ പേര്, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ ഫുഡ് എന്നാണ്. ഫുഡിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അടുത്ത പറഞ്ഞാൽ ഫുഡ് ഹാബിറ്റിനെ കുറിച്ചാണ്, നല്ല ഭക്ഷണശീലത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഫുഡ് ഹാബിറ്റ് എന്തൊക്കെയാണ് വരുന്നത് ഭക്ഷണശീലത്തിൽ, നമ്മളൊരു ആഹാരം കഴിക്കുന്ന ആ ഒരു സമയം, ഏതൊക്കെ ഇടവേളകളിൽ കഴിക്കുന്നു, അത് എത്രമാത്രം കഴിക്കുന്നു, ഏതൊക്കെ ഫുഡ് നമ്മൾ കഴിക്കുന്നു, നമുക്ക് ആവശ്യമുള്ളതാണോ എന്നൊക്കെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്, ഭക്ഷണശീലം എന്ന് പറയുന്നത്. പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്, ഭക്ഷണം എങ്ങനെ വാരി വലിച്ച്, അതെന്താണ് നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം ഒരു നിശ്ചിത ഇടവേളകളിൽ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതാണ് ഗുഡ് ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത്, നല്ല ഭക്ഷണശീലം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിങ്ങനെ ഭക്ഷണം ഓവർ ഈറ്റിംഗ് ഇല്ലേ, നമുക്ക് വേണ്ടാതെ അമിതമായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ അത് ഒബസിറ്റിക്കാണ് കാരണം. അമിതവണ്ണവും ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ എന്താണ് ഈ ഒബസിറ്റി, നമുക്കൊരു അൺഹെൽത്തി ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ വണ്ണം കൂടാണെങ്കിൽ അത് ആരോഗ്യകരമല്ലാത്തൊരു ഫാറ്റ് കൊഴുപ്പടികൂടാൻ കാരണമാവുകയും ഈ അമിതവണ്ണം ധാരാളം രോഗങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുകയും ചെയ്യുന്നു നമ്മൾ പറഞ്ഞു ഇല്ലേ. നോക്കിക്കേ, ഫ്രഷ് ഫ്രൂട്ട്, സാലഡ്സ്, വെജിറ്റബിൾസ് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ആർ കൺസിഡേർഡ് ടു ബി ഗുഡ് ഫോർ ഹെൽത്ത്. അതായത് നമ്മുടെ ഹെൽത്തിന് കുറച്ച് ഗുണകരമായിട്ടുള്ള ഫുഡാണ് നമ്മൾ പറഞ്ഞത്. ഫ്രഷ് ഫ്രൂട്ട് ഇല്ലേ, നല്ല ഫ്രഷ് പഴങ്ങൾ, ചീഞ്ഞളഞ്ഞ പഴങ്ങളല്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, പഴവർഗ്ഗങ്ങൾ, സാലഡ്സ്, അത് എന്താണ് വെജിറ്റബിൾ സാലഡ്സ് ഏറ്റവും ബെറ്റർ ആണ്. വെജിറ്റബിൾ സാലഡ്സ്, വെജിറ്റബിൾസ്, പച്ചക്കറികൾ, അതിന് മിൽക്ക് പ്രോഡക്റ്റ് എക്സെട്ര എന്താണ് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ല ഫുഡ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞത്. ഓയിലി ഫ്രൈഡ് ആൻഡ് സ്പൈസി ഫുഡ് ആർ നോട്ട്. പക്ഷെ ഓയിലിൽ എണ്ണ കൂടുതൽ അടങ്ങിയതോ സ്പൈസി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് എന്താണ് നമുക്കത്ര നല്ലതല്ല. ഫ്രൈയിങ് ആൻഡ് ഓവർ കുക്കിംഗ് ഡിസ്റ്റോർട്സ് മെനി ഓഫ് ദ ന്യൂട്രീഷ്യസ്
സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ ഫുഡ്. എന്താണ് അപ്പം ഈ നമ്മൾ എന്താ പറയുന്നത്, ഫ്രൈയിങ് ആൻഡ് ഓവർ കുക്കിംഗ്. ഓവറായിട്ട് കുക്ക് ചെയ്യുകയോ പിന്നെ ഒരുപാടിട്ട് വറുക്കുകയൊക്കെ ചെയ്ത ഫുഡ് എന്താണ്, അത് ആ ഫുഡിലെ ന്യൂട്രീഷ്യസിനെ തന്നെയാണ് നശിപ്പിക്കുന്നത് അല്ലേ. നമ്മളൊരു കഴിക്കുന്ന ആഹാര സാധനം നമ്മൾ ഓവറായിട്ട് കുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ ആ ഫുഡിലുള്ള ന്യൂട്രീഷ്യസ് എല്ലാം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. വെൽ വൈ കുക്ക് ഫുഡ് ഓട്ട് ഓൾ. അപ്പൊ എന്തുകൊണ്ടാണ് ഭക്ഷണം ഇല്ലേ, എന്തുകൊണ്ടാണ് പക്ഷേ നമ്മൾ ഭക്ഷണം പാകം ചെയ്താണ് കഴിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു ഓവറായിട്ട് കുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുകയോ ചെയ്യുമ്പോൾ ഭക്ഷണത്തിലെ ന്യൂട്രീഷ്യസ് പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഫുഡ് പാകം ചെയ്താണ് കഴിക്കുന്നത്. പച്ചയ്ക്ക് നമ്മൾ കഴിക്കാറുണ്ടോ ഫുഡൊക്കെ? ഇല്ല, ഫുഡ് നമ്മൾ പാകം ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? വൈ നോട്ട് ഈറ്റ് ഇറ്റ് റോ. നമ്മൾ റോ ഫുഡ് കഴിക്കുന്നുണ്ടോ? ഇല്ല, അത് നമ്മൾ പാകം. ഇപ്പൊ ആട്ട നമ്മൾ നേരത്തെ പറഞ്ഞു, ആട്ട നമ്മൾ റൊട്ടിയോ ദോശയോ ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ആട്ട മാവ് അതുപോലെ നമ്മൾ കഴിക്കുകയാണോ? അല്ല, നമ്മൾ പാകം ചെയ്തില്ലേ, പാചകം ചെയ്ത് ദോശ അല്ലെങ്കിൽ റൊട്ടി ആക്കിയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ എന്താണ് പാചകം ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചിരിക്കുന്നത്. വി കുക്ക് ഫുഡ് പ്രൈമറിലി ഫോർ 2 reasons. 2 കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫുഡ് കുക്ക് ചെയ്യാറുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ടു മേക്ക് ഇറ്റ് ഡൈജസ്റ്റബിൾ ആൻഡ് ടു ഇംപ്രൂവ് ഇറ്റ് ടേസ്റ്റ്. എന്താണ് ടേസ്റ്റ് ഇംപ്രൂവ് ചെയ്യുന്നത്? നമ്മൾ ഫുഡിന്റെ ടേസ്റ്റ് കുറെ കൂടി ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഡൈജസ്റ്റ് നമുക്ക് പെട്ടെന്ന് ദഹിക്കാനും ഒക്കെ വേണ്ടിയിട്ടില്ല, ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കി ഫുഡിന് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കും. പിന്നെ നോക്കേ, കുക്കിംഗ് ഓൾസോ കിൽസ് ദ ജേംസ് ദാറ്റ് ആർ സംടൈംസ് പ്രസന്റ് ഇൻ എ ഫുഡ്. അപ്പൊ ചില സമയത്ത് ഫുഡിൽ എന്തെങ്കിലും ജേംസ് ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ആ ഒരു ചൂടേകുമ്പോൾ ആ ജേംസ് നശിക്കുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുഡ് കുക്ക് ചെയ്തിട്ടാണ് ഭക്ഷിക്കുന്നത്. Okay, the art of good cooking is to make food digestible and healthy without destroying the healthy substance present in it. എന്താണ് the art of good cooking? നമ്മൾ ആ ഒരു good cooking എന്ന് പറയുന്ന ഒരു ആർട്ടാണ്, ഒരു കലയാണ് ആ good cooking എന്ന് പറഞ്ഞാൽ. is to make a food digestible. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ആ ഫുഡ് കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒന്നും അവിടെ വരുന്നില്ല, ഫുഡ് നമുക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുകയും ചെയ്യും. പിന്നെ എന്താണ് അതിന് ഹെൽത്തി, ആരോഗ്യത്തോടെ ഇരിക്കാനും പറ്റും. വിത്തൗട്ട് ഡിസ്ട്രോയിങ് ദ ഹെൽത്തി സബ്സ്റ്റൻസ് പ്രസന്റ്. എന്താണ് നല്ല രീതിയിൽ നമ്മൾ കുക്ക് ചെയ്താൽ ആ ഫുഡ് നമുക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുകയും ചെയ്യും, അതിന്റെ ടേസ്റ്റും കൂടുന്നുണ്ട്, അത് ഹെൽത്തിയാണ്. പിന്നെന്താ അതില് നമ്മുടെ എന്താണ് ന്യൂട്രീഷ്യസ് നശിക്കത്തുമില്ല. അപ്പൊ നമ്മൾ ഫുഡ് ഹാബിറ്റില്ലേ, ഭക്ഷണശീലത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താണ് നമ്മൾ ഭക്ഷണശീലത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, നമ്മൾ ഏത് ഫുഡാണ് കഴിക്കുന്നത്, അത് ഒരു ദിവസം നമ്മൾ എത്ര പ്രാവശ്യം കഴിക്കുന്നുണ്ട്, ഇല്ലേ അതിന്റെ എമൗണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എങ്ങനെയാണ്, അതൊക്കെയാണ് നമ്മൾ ഈ ഗുഡ് ഫുഡ് ഹാബിറ്റിൽ ഉൾപ്പെടുന്നത്. അപ്പൊ ഗുഡ് ഫുഡ് ഹാബിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഏറ്റവും നല്ല ഭക്ഷണശീലമാണ്. നമുക്ക് ഒരു നിശ്ചിത ഇടവേളകളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് കഴിക്കുന്നതാണ് എന്ത് എപ്പോഴും ഗുഡ് ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത്, നല്ല ഭക്ഷണശീലത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ഓവർ ഈറ്റിംഗ് ഇല്ലേ, അമിതമായിട്ട് കഴിക്കുകയാണെങ്കിൽ അത് എന്തിലേക്ക്, ഒബസിറ്റിയിലേക്ക് നയിക്കും, അമിതവണ്ണത്തിലേക്ക് നയിക്കും. ഈ അമിതവണ്ണം പിന്നെ നമ്മുടെ ശരീരത്തിൽ കുറെ കൊഴുപ്പ് അടിഞ്ഞുകൂടാനും അതുവഴി പല അസുഖങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്, നമ്മുടെ ഹെൽത്തിന് ഗുഡായിട്ടുള്ള കുറെ പ്രോഡക്റ്റിന്റെ പേര് പറയാം. എന്തൊക്കെയാണ്, ഫ്രഷ് ഫ്രൂട്ട് ഇല്ലേ, എന്താണ് പറയുന്നത്, മിൽക്ക് പ്രോഡക്റ്റ്, സലാഡ്സ്, വെജിറ്റബിൾസ്, ഇതൊക്കെ എന്താണ് നമ്മുടെ ആരോഗ്യത്തിന് എപ്പോഴും നമ്മുടെ ഹെൽത്തിന് എപ്പോഴും നല്ലതായിട്ടുള്ള ഫുഡ്സ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഫ്രൈഡ് ഓയിലി സ്പൈസി ഫ്രൈഡ് ഫുഡൊന്നും നമ്മൾ അധികം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മൾ ഓവറായിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഫുഡിലുള്ള ന്യൂട്രീഷൻസ് ഒക്കെ നശിച്ചു പോകുന്നുണ്ട്. പിന്നെ നോക്കി നമ്മൾ 2 കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്നുണ്ട്. ഒന്നേതാണ് നമ്മൾ പറഞ്ഞത്, ഒന്നേതായിരുന്നു, ടു മേക്ക് ഇറ്റ് ഡൈജസ്റ്റബിൾ, പെട്ടെന്ന് ആഹാരം ദഹിക്കാനും ആ ഫുഡിന്റെ ടേസ്റ്റ് കൂട്ടാനും വേണ്ടി നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില സമയത്ത് ഫുഡിൽ കാണപ്പെടുന്ന ജേംസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്, ഒരു ആർട്ട് ഓഫ് ഗുഡ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെ എന്താണ് നമ്മൾ എപ്പോഴാണ് പറയുന്നത്, ആ ഫുഡ് നല്ല രീതിയിൽ ആ കുക്ക് ചെയ്ത ഫുഡ് നമുക്ക് ഡൈജസ്റ്റബിൾ ആവുകയും അതുപോലെ അത് ഹെൽത്തി ആവുകയും അതിലെ ന്യൂട്രീഷൻസ് ഒന്നും നശിച്ചു പോകുന്നില്ല കുക്ക് ചെയ്യുമ്പോൾ. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ദ ആർട്ട് ഓഫ് ഗുഡ് കുക്കിംഗ് എന്ന് പറയുന്നത് അല്ലേ. ഇത്ര കാര്യങ്ങൾ നമുക്ക് മനസ്സിലായോ? അടുത്ത നമ്മൾ ഫുഡ് ഹാബിറ്റ് ഓഫ് ആനിമൽസ് പറയാം അല്ലേ. എന്താണ് മൃഗങ്ങളുടെ ഫുഡ് ഹാബിറ്റിനെ കുറിച്ച് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ മനുഷ്യന്റെ ഭക്ഷണശീലത്തെ കുറിച്ചാണ് പറയല്ലേ, നമ്മുടെ ഭക്ഷണശീലത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ആനിമൽസിന്റെ ഫുഡ് ഹാബിറ്റിനെ കുറിച്ചൊന്ന് നോക്കാം. Food habit of animals. Okay. Our all could write many books on the food habit of animals. അപ്പോൾ നമുക്ക് എന്താണ് ധാരാളം ഈ ആനിമൽസിന്റെ ഫുഡ് ഹാബിറ്റിനെ കുറിച്ച് ധാരാളം ബുക്ക് എഴുതാനാണ് പറയുന്നത്.
decaying matter in soil and others that are very choosy about the leaves they munch. അപ്പോൾ എന്താണ് പല ആനിമൽസിന്റെ ഫുഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ് അല്ലേ, ഭക്ഷണശീലം പലതാണ്. ചില കീടങ്ങളൊക്കെയാണ് ചില ആനിമൽസ് ഭക്ഷിക്കുന്നത്, ചിലര് എന്താണ് കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നു ചൂസി എബോ ദ ലീവ്സ് ദേ മച്ച്. പിന്നെ എന്താണ് ചിലർ അവരുടെ കൂട്ടിൽ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ മണ്ണിൽ നിന്ന് അല്ലേ ഭക്ഷണം ശേഖരിച്ച് കഴിക്കുന്ന ആനിമൽസ് മണ്ണിൽ നിന്നൊക്കെ കഴിക്കുന്ന, അങ്ങനെ ഓരോ ആനിമൽസിന്റെയും ഫുഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്പിലായിരിക്കും. ഓക്കെ, ഇൻ ജനറൽ വി ക്യാൻ ഡിവൈഡ് ദ ഹയർ ആനിമൽസ് ഇൻടു ഹെർബിവേഴ്സ്, കാർണിവേഴ്സ് ആൻഡ് ഒംനിവേഴ്സ്. അതായത് നമ്മൾ 3 ടൈപ്പിൽ നമ്മൾ മൃഗങ്ങളുടെ ആ ഒരു ഫുഡ് ഹാബിറ്റിനെ നമ്മൾ 3 തരത്തിൽ പറയുന്നുണ്ട്. ഇത് നോക്കിക്കേ, ഹെർബിവേഴ്സ്, carnivores, omnivores. അപ്പോൾ എന്താണ് ഹെർബിവേഴ്സ്, കാർണിവേഴ്സ്, ഒംനിവേഴ്സ് എന്ന് നമ്മളിങ്ങനെ ഫുഡ് നമ്മൾ കഴിക്കുന്ന ആ ഒരു ശീലം അനുസരിച്ച് നമ്മൾ മൃഗങ്ങളെ നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് സസ്യഭുക്കുകളുണ്ട്. ഹെർബിവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ് സസ്യഭുക്കുകൾ, കാർണിവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ് മാംസഭുക്കുകൾ, ഒംനിവേഴ്സ് എന്ന് വെച്ചാൽ എന്താ പറയുക അതായത് മിശ്ര ഭുക്കുകളെന്ന് പറയാം, അതായത് സസ്യം കഴിക്കും മാംസം കഴിക്കും. ഹെർബിവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ് സസ്യഭുക്ക്, കാർണിവേഴ്സ് എന്ന് വെച്ചാൽ മാംസഭുക്കുകൾ അതായത് മാംസം കഴിക്കുന്ന മൃഗങ്ങൾ, ഒംനിവേഴ്സ് എന്ന് വെച്ചാൽ രണ്ടിലും വിടും ഇല്ലേ, രണ്ടും കഴിക്കും, മിശ്ര ഭുക്കുകൾ എന്ന് പറയാം. അപ്പൊ ഹെർബിവേഴ്സ് ലൈക്ക് കൗ, ഗോട്ട്, ഹോഴ്സസ്, എലിഫന്റ്, ഡോങ്കി ആൻഡ് ജിറാഫ് ലിവ് ഓൺ പ്ലാന്റ്സ്. അപ്പൊ എന്താണ് ഈ നമ്മുടെ കൗ ആയാലും ഗോട്ട് ആയാലും ഹോഴ്സ് ആയാലും എലിഫന്റ് ആയാലും ഡോങ്കി, ജിറാഫ് ഇവയെല്ലാം എന്താണ് സസ്യ ആഹാരങ്ങളാണല്ലേ. നമുക്കറിയാം കൗ പശു എന്താണ് തിന്നുന്നത്, ഇറച്ചിയാണോ തിന്നുന്നത്, അല്ല പുല്ലാണ് അല്ലേ, പുല്ലും വൈക്കോലും ഒക്കെയാണ് പശു തിന്നുന്നത്. അതുപോലെ നമ്മുടെ എലിഫന്റ് ആന എന്ത് തിന്നും, ഇറച്ചി തിന്നും. ആന എന്ത് തിന്നുന്നത്, നമ്മുടെ സസ്യ ആഹാരമാണ് ആന കഴിക്കുന്നത്. ചക്കയും തേങ്ങയും നമ്മുടെ എന്താണ് ഓലയും ഇല്ലേ, അതൊക്കെയാണ് നമ്മുടെ എലിഫന്റ് കഴിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ നമ്മൾ പറഞ്ഞ ജിറാഫ് ആയാലും ഗോട്ട് അല്ലെ, ആടും അതുപോലെ തന്നെ പ്ലാവിലെയും പുല്ലും ഒക്കെയല്ലേ തിന്നുന്നത്. അപ്പൊ അതൊക്കെ എന്താ സസ്യ ആഹാരങ്ങളാണല്ലേ. അപ്പം നമ്മുടെ ഗോട്ടായാലും എലിഫന്റ് ആയാലും കൗ, ജിറാഫ്, ഹോഴ്സ് ഇവയെല്ലാം എന്താണ് ഹെർബിവേഴ്സ് ആണെന്ന് പറയില്ലേ, സസ്യഭുക്കുകളാന്ന് പറയാം. അവര് സസ്യാഹാരമാണ് അവർക്ക് കഴിക്കുന്നത്. ഇനി കാർണിവേഴ്സ് ലൈക്ക് ടൈഗേഴ്സ്, ലയൺസ്, പിന്നെന്താണ് വുൾഫ് ആൻഡ് ലെപ്പേർഡ്സ്. അപ്പൊ എന്താണ് നമ്മൾ ആരൊക്കെ ആയാലും നോക്കിക്കേ, ടൈഗർ ആയാലും അതായത് സിംഹോ പുലിയോ, പിന്നെന്താണ് കരടി ആയാലും ചെന്നായ്ക്കളായാലും പുള്ളിപ്പുലികളായാലും ഒക്കെ എന്താണ് ഈറ്റ് ദ ഫ്ലെഷ് ഓഫ് ദ അതർ ആനിമൽസ്. അവരെന്തോ ചെയ്ത മറ്റു മൃഗങ്ങളുടെ മാംസമാണ് ഭക്ഷിക്കുന്നത്. നമ്മൾക്കറിയാല്ലേ സിംഹവും പുലിയൊക്കെ മറ്റു മൃഗങ്ങളെ മാനിനെയൊക്കെ പോലുള്ള മൃഗങ്ങളെ വേട്ടയാടിയിട്ട് അവരുടെ മാംസമാണ് ഭക്ഷിക്കുന്നത് അല്ലെ, മാനിനെയൊക്കെയാണ് ഭക്ഷിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എന്താണ് കാർണിവേഴ്സ് എന്ന് വെച്ചാൽ മാംസഭുക്കുകളാണ്, മാംസം ഭക്ഷിക്കുന്ന മൃഗങ്ങളാണ് കാർണിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, അതിൽ എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം, ടൈഗർ, ലയൺ, വൂൾഫ്, ലെപ്പേർഡ് ഇതൊക്കെ പറയില്ലേ. കാരണം എന്താ അവരൊക്കെ മറ്റ് എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത് ഈറ്റ് ദ ഫ്ലെഷ് ഓഫ് അതർ ആനിമൽസ്, അതർ ആനിമൽസിന്റെ മാംസം അല്ലേ, അതിന്റെ മറ്റു മൃഗങ്ങളുടെ മാംസം ഭക്ഷിച്ചാണ് ഈ കാർണിവേഴ്സ് ജീവിക്കുന്നതെന്ന് പറയുന്നത്. Omnivores like bears, crows and human beings eat plants as well as animals. അപ്പോൾ നമ്മൾ omnivores പെടുന്ന ആൾക്കാരാണ് അല്ലേ, മനുഷ്യർ, ഹ്യൂമൻ ബീങ്സ് ആയാലും ക്രൗ ആയാലും ബിയർ ആയാലും എന്താണ് ഹ്യൂമൻ ബീങ് ആയാലും ഒക്കെ എന്താണ് നമ്മൾ സസ്യവും കഴിക്കും മാംസവും കഴിക്കും. അപ്പൊ നമ്മളൊക്കെ വിഭാഗത്തിൽ പെടും omnivores വരും ഇല്ലേ. നമ്മൾ സസ്യാഹാരം കഴിക്കുന്നുണ്ടല്ലേ, ചീര, ബീട്രൂട്ട്, ക്യാരറ്റ് തുടങ്ങിയ സസ്യാഹാരങ്ങളും കഴിക്കുന്നുണ്ട് ഇല്ലേ. അതുപോലെ നമ്മൾ ഇറച്ചിയും മുട്ടയൊക്കെ കഴിക്കുന്നു. അപ്പൊ നമ്മളൊക്കെ ഏത് വിഭാഗത്തിൽ വരും, omnivores വരും. നമ്മളും എന്താണ് ക്രൗ, ഹ്യൂമൻ ബീങ്സ്, ബെയേഴ്സ് ഇതുവരെല്ലാം omnivores ആണ്. ടീച്ചർ പറഞ്ഞ മനസ്സിലായോ, നമ്മള് മൃഗങ്ങളുടെ ഫുഡ് ഹാബിറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ മൃഗങ്ങൾ ആ ഫുഡ് അവരുടെ കഴിക്കുന്ന ആ രീതി നമ്മൾ മൃഗങ്ങളെ മൂന്നായിട്ട് പറയാം, ഹെർബിവേഴ്സ് എന്നും കാർണിവേഴ്സ് എന്നും omnivores എന്നും പറയാം. അതിൽ ഹെർബിവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ് സസ്യഭുക്കുകൾ, സസ്യാഹാരം മാത്രം ഭക്ഷിക്കുന്ന മൃഗങ്ങൾ. അങ്ങനെയുള്ളത് നമ്മൾ എന്ത് എക്സാമ്പിൾ പറയും, കൗ പറയാം, ഡോങ്കി പറയാം, ജിറാഫ്, എലിഫന്റ് ഇല്ലേ. പിന്നെന്താണ് എലിഫന്റ്, ഗോട്ട്, ഹോഴ്സസ് ഇതെല്ലാം എന്താണ് ഹെർബിവേഴ്സ് ആണ്. അവര് സസ്യാഹാരം മാത്രം കഴിച്ചു ജീവിക്കുന്ന മൃഗങ്ങളാണ്. രണ്ടാമത് നമ്മൾ പറയുന്ന ടൈപ്പ് ഏതാണ്, കാർണിവേഴ്സ് ആണ്. കാർണിവേഴ്സ് എന്ന് വെച്ചാൽ മറ്റു മൃഗങ്ങളുടെ മാംസങ്ങൾ ഭക്ഷിച്ച് ജീവിക്കുന്ന
മാംസഭുക്കുകൾ അല്ലേ, മാംസം മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന മൃഗങ്ങളാണ്, ആനിമൽസ് ആണ്. അപ്പൊ അവർക്ക് നമ്മൾ എക്സാമ്പിൾ ഏതാ പറഞ്ഞത്? ലയൺ, ടൈഗർ, വൂൾഫ്, ലെപ്പേർഡ് ഇല്ലേ, ഇതൊക്കെ എന്താണ്? നമ്മുടെ കാർണിവേഴ്സ് ആണ്. പിന്നെ നമ്മൾ ടൈപ്പ് ഒമ്നിവേഴ്സ് ആണ്. ഒമ്നിവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? മിശ്ര ഭുക്കുകൾ. അതായത് എന്താണ്? നമ്മൾ സസ്യവും കഴിക്കും മാംസവും കഴിക്കും. അപ്പൊ അതിന് എക്സാമ്പിൾ നമുക്ക് പറയാം ക്രൗ. കാക്ക ഇപ്പൊ സസ്യാഹാരം കഴിക്കുന്നുണ്ട്, വേസ്റ്റ് ഒക്കെ ചിക്കനിലേക്ക് ഇറച്ചിയിലൊക്കെ വേസ്റ്റ് ഇട്ടാൽ അതും കഴിക്കും. അപ്പൊ ക്രൗ, ബിയർ, ഹ്യൂമൻ ബീങ് ഒക്കെ എന്താണ്? നമ്മുടെ ഒമ്നിവേഴ്സിന് എക്സാമ്പിൾസ് ആണ്. സസ്യാഹാരം കഴിക്കും മാംസാഹാരം കഴിക്കും. നോക്കിക്കേ, though dogs and cats are essentially carnivores, those which are kept as pets are omnivores. അപ്പൊ എന്താണ്? നമ്മുടെ ഡോഗ്സും ക്യാറ്റും ഒക്കെ എന്താണ്? കാർണിവേഴ്സ് ആണ് അല്ലേ. അവരെന്ത് ചെയ്യുന്നു? മാംസം കഴിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ഡോഗിന് ഇറച്ചിയൊക്കെ കൊടുത്താൽ അത് കഴിക്കും, നമ്മുടെ ക്യാറ്റ് ഫിഷ് ഒക്കെ കൊടുത്താൽ അത് കഴിക്കും. അവര് ഡോഗും ക്യാറ്റും കാർണിവേഴ്സ് ആണെങ്കിലും നമ്മൾ വളർത്തുമ്പോൾ എന്താണ് അതിനെ നമ്മളെ പെറ്റായിട്ട് നമ്മളതിനെ കെപ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഒമ്നിവേഴ്സ് ആണ്. നമ്മൾ സസ്യാഹാരവും അതിന് കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അടുത്ത സെന്റൻസ് പറഞ്ഞ ഏതാണ്? ദോ ഡോഗ്സ് ആൻഡ് കാറ്റ്സ് ആർ എസെൻഷ്യലി കാർണിവേഴ്സ്, ദോസ് വിച്ച് ആർ കെപ്റ്റ് ആസ് പെറ്റ്സ് ആർ ഒമ്നിവേഴ്സ്. അപ്പൊ അവര് ഡോഗും ക്യാറ്റും എന്താണ്? കാർണിവേഴ്സ് ആണെങ്കിലും നമ്മൾ അതിനെ പെറ്റായിട്ട് വളർത്തുമ്പോൾ അത് ഒമ്നിവേഴ്സ് ആയിട്ട് നമ്മൾ കണക്കൂട്ടുന്നത്. നമ്മൾ എന്താണ് പറഞ്ഞത്? നമ്മുടെ ഫുഡ് ഹാബിറ്റ് ഓഫ് ആനിമൽസിന്റെ ഫുഡ് ഹാബിറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അതിന്റെ താഴെ ഒരു ആക്ടിവിറ്റി ഉണ്ട്, നോക്കേ. Find out what the following animals eat and classify them into herbivores, carnivores and omnivores. എന്താണ്? കുറേ മൃഗങ്ങളുടെ പേര് തന്നിട്ടുണ്ട്, അവയെ നമ്മൾ ഇങ്ങനെ പട്ടികപ്പെടുത്തണം. ആദ്യം ഹെർബീവേഴ്സ് എന്ന ആ കോളത്തിൽ ഏതൊക്കെ വരുന്നതെന്ന് നോക്കും, ഏതൊക്കെ മൃഗങ്ങൾ വരുന്നത്. എങ്ങനെയാണ് നമ്മൾ ആക്ടിവിറ്റി ചെയ്യുന്നത്? കുറേ മൃഗങ്ങളുടെ പേര് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ തന്നേക്കുന്നതിനെ ആദ്യം ഹെർബീവേഴ്സ് എന്ന് എഴുതിയിട്ട് ആ കോളത്തിൽ ഏതൊക്കെ മൃഗങ്ങളാണ് വരുന്നതെന്ന് നോക്കണം. കാർണിവേഴ്സ് കഴിഞ്ഞിട്ട് ആ കോളത്തിൽ ഏതൊക്കെയാണ് വരുന്നത്? പിന്നെ എന്താണ്? ഒമ്നിവേഴ്സ് ഇല്ലേ, ഒമ്നിവേഴ്സ്. പിന്നെ നമ്മൾ 3 കോളായിട്ട് തിരിച്ചിട്ട് തന്നേക്കുന്ന മൃഗങ്ങൾ ഏതൊക്കെ കോളത്തിലാണ് വരുന്നതെന്ന് എടുത്തെഴുതുന്ന ഒരു ഹോംവർക്ക് ആണ് കേട്ടോ ടീച്ചർ തരുന്നത്. ചെയ്തൊരു ടീച്ചറിന് അയച്ചുതരണം. അതായത് തന്നേക്കുന്ന മൃഗങ്ങളെ നമ്മൾ 3 കോളായിട്ട് തിരിക്കണം. ഹെർബീവേഴ്സിൽ ഏതൊക്കെ വരും, കാർണിവേഴ്സിൽ ഏതൊക്കെ വരും, ഒമ്നിവേഴ്സിൽ ഏതൊക്കെ വരും. മൃഗങ്ങളുടെ പേര് നോക്കിയ ഫ്രോഗ്, സ്നേക്ക്, പീകോക്ക്, പാരറ്റ്, ക്രെയിൻ, പെലിക്കൻ, സ്ക്വാറൽ, മോൾ, കങ്കാരു, ക്രോക്കോഡിൽ, ഷാർക്ക്, പെൻഗിൻ, വെയിൽ, ടോട്ടോറിസ്, സീബ്ര, റിൻഗോറസ് ആൻഡ് ഹിപ്പോപ്പൊട്ടാമസ് ഇല്ലേ. അപ്പൊ ഇത്രയും മൃഗങ്ങളുടെ പേര് നമുക്ക് തന്നിട്ടുണ്ട്. ഇവ ഏതിലൊക്കെ വരുന്നതെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ടീച്ചറിന് അത് ഹോംവർക്കായിട്ട് അയച്ചു തരണം. അപ്പൊ നമ്മളിന്ന് ഈ ഒരു ചാപ്റ്റർ പഠിച്ചതിൽ ഇന്ന് പഠിച്ചതിൽ 2 ഹോംവർക്ക് നമ്മൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ ഏതാണ്? കുറച്ച് എന്താണ്, കുറച്ച് ഫുഡിന്റെ പേര്, കുറച്ച് എന്താണ് പ്ലാന്റിന്റെ പേര് തന്നിട്ട് അത് നമ്മൾ അതിന്റെ റൂട്ടാണോ യൂസ് ചെയ്യുന്നത്, സ്റ്റെം ആണോ യൂസ് ചെയ്യുന്നത്, ലീഫ് ആണോ? അപ്പൊ റൂഫ് എഴുതിയിട്ട് അതിന് നേരെ ഏതൊക്കെ ഫുഡ് വരുമെന്ന് എഴുതണം. ലീഫ് സ്റ്റെം എഴുതിയിട്ട് അതിന് നേരെ ഏതൊക്കെ പ്ലാന്റ് വരുമെന്ന് എഴുതണം. നമ്മുടെ ടേബിൾ 2.1 പഠിച്ചില്ലേ, അതുപോലെ അത് നോക്കിയിട്ട് ചെയ്യാനുള്ളതാണ് ആദ്യത്തെ ഹോംവർക്ക്. രണ്ടാമത് ഇപ്പൊ തന്നെ ഏതാണ്? നമ്മുടെ ഈ മൃഗങ്ങളെ തന്നിട്ടുണ്ട്. ആനിമൽസിനെ നമ്മൾ 3 ടേബിളായിട്ട് കാർണിവേഴ്സ്, ഒമ്നിവേഴ്സ്, ഹെർബീവേഴ്സ് എന്ന് കോളാക്കി ലിസ്റ്റ് ഔട്ട് ചെയ്ത് എഴുതണം. പിന്നെ നമ്മൾ എന്തോ സ്റ്റഡി ചെയ്തത്? ഫുഡില്ലേ, ഫുഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ കുറിച്ചാണ് സ്റ്റഡി ചെയ്തത്. അത് നമ്മൾ ഫുഡ് നമുക്ക് എല്ലാ ഓർഗാനിസംസിനും ഫുഡ് നമുക്ക് 3 ടൈപ്പിൽ നമുക്ക് 3 കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എനർജി, ടു ഗെറ്റ് എനർജി, എനർജിക്ക് വേണ്ടിയിട്ടുണ്ട്. ടു ഗ്രോത്ത്, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബോഡി, ബോഡിയുടെ ഗ്രോത്തിനും റിപ്പയറിനും മെയിൻ്റനൻസിനും വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് യൂസ് ചെയ്യുന്നു. 5 ഡിസീസിലെ രോഗങ്ങളോട് ചേർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നു. നമ്മൾ ഫുഡ് ഫ്രം പ്ലാന്റ്സിന്റെ കാര്യം പറയില്ലേ, ചില പ്ലാന്റ്സിൽ നമുക്ക് ഫുഡ് റൂട്ടീനായിരിക്കും അത് നമുക്ക് ഫുഡ് കിട്ടുന്നത്, അല്ലെങ്കിൽ അതിന്റെ സ്റ്റെം ആയിരിക്കും നമ്മൾ ഭക്ഷണയോഗ്യമാക്കുന്നത്. ചിലതിന്റെ ഫ്രൂട്ട് തന്നെയാണ്, ചിലത് ലീവ്സ്, ചില സീഡ്, അങ്ങനെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിച്ചു. പിന്നെ നമ്മൾ നോക്കിയത് എന്താണ്? ഫുഡ് ഫ്രം ആനിമൽസിൽ നമുക്ക് കിട്ടുന്ന ഫുഡായിരുന്നു. അതായത് മീറ്റ്, എഗ്, മിൽക്ക്, ഇതെല്ലാം നമുക്ക് ഫുഡ് ആനിമൽസിൽ നിന്ന് കിട്ടുന്ന ഫുഡാണ്. നമ്മൾ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? മെയിൻലി കൗവും ബഫലോയാണ്. പിന്നെ വേറെ സ്ഥലങ്ങളിൽ ക്യാമലിന്റെയും ഗോട്ടിന്റെയും യോക്കിന്റെയും ഒക്കെ എന്താണ് മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലേ. പിന്നെ നമ്മൾ മിൽക്ക് ഉപയോഗിച്ച് കുറെ പ്രോഡക്റ്റ്, ചോക്ലേറ്റ്, ഗീ, എന്താണ് പനീർ ഇല്ലേ, പിന്നെ അതുപോലെ ബട്ടർ, ഇതൊക്കെ എന്താണ് നമ്മുടെ ഈ മിൽക്ക് പ്രോഡക്റ്റുകളാണെന്ന് പറഞ്ഞു. നമ്മൾ ഹണി ബീയുടെ ആരെയും പറഞ്ഞു. ഹണി ബീ എന്ത് ചെയ്യും? ഫ്ലവേഴ്സിന്റെ നെക്ടറിൽ നിന്ന് ഹണി ശേഖരിച്ചിട്ട് അത് അവരുടെ കൂട്ടിൽ കൊണ്ട് വെച്ചിട്ട് നമുക്കതിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ ആ ഹണി ശേഖരിച്ച്
അത് പ്രോസസ്സ് നടത്തി പ്യൂരിഫൈഡ് ഹണിയായിട്ട് നമ്മൾ എത്തിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഹണിയാണ് മൃഗങ്ങളിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു നമുക്ക് കിട്ടുന്ന നല്ലൊരു കാര്യമാണ്, നല്ല ഫുഡാണ് ഹണി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആ തേനീച്ചയെ നമ്മളിങ്ങനെ എന്താണ് തേൻ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് തേനീച്ചകളെ വളർത്തുന്ന രീതി നമ്മൾ അപ്പിയറി എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ തേനീച്ചയെ സൂക്ഷിക്കുന്ന ആ ഒരു രീതിയാണ്, സൂക്ഷിക്കുന്ന പ്ലേസിനെയാണ് നമ്മൾ അപ്പിയറി എന്ന് പറയുന്നത്. ആ സൂക്ഷിക്കുന്ന രീതിയെ നമ്മൾ അപ്പിക്കൾച്ചർ എന്ന് വിളിച്ചു അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞു ഹൗ ഫുഡ് കം ടു അസ്, നമ്മളിലേക്ക് ഈ ഫുഡൊക്കെ എങ്ങനെയാണ് എത്തുന്നത് അല്ലേ. നമ്മൾ കഴിക്കാൻ വന്നിരിക്കുമ്പോൾ നമ്മുടെ പ്ലേറ്റിൽ ഫുഡ് വരുന്നു. അപ്പോൾ ഈ ഫുഡ് എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു, അടുക്കളയിൽ നിന്ന് വരുന്നു. അടുക്കളയിലേക്ക് എങ്ങനെ വരുന്നു, മാർക്കറ്റിൽ നിന്ന് വരുന്നു. ആ മാർക്കറ്റിലേക്ക് എങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞു. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞ ആട്ടയുടെ കാര്യമായിരുന്നു. ആട്ട നമ്മുടെ വീറ്റ് ഫാമേഴ്സ് അവരുടെ ഫാമിൽ അവരുടെ ഫീൽഡിൽ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് പാകമാകുമ്പോൾ വിളവെടുത്തിട്ട് കുറച്ച് റൈസ് മില്ലുകാർക്കും കൊടുക്കും, കുറച്ച് ട്രേഡേഴ്സുകാർക്കും കൊടുക്കും. റൈസ് മില്ലുകാർ അത് പൊടിച്ചിട്ട് ഹോൾസെയിൽ ആൾക്കാർക്ക് കൊടുക്കും അല്ലേ. ഹോൾസെയിൽ എന്ന് വെച്ചാൽ എന്തായിരുന്നു, ബിഗ് ഷോപ്പേഴ്സിനെയാണ് നമ്മളെന്ന് വിളിച്ചത്. നമ്മളെന്തെന്ന് വിളിച്ചത് ബിഗ് ഷോപ്പ് കീപ്പേഴ്സിനെയാണ് നമ്മൾ ഹോൾസെയിലർ എന്ന് വിളിച്ചത്. സ്മാൾ ഷോപ്പ് കീപ്പേഴ്സിനെ നമ്മൾ റീറ്റെയിലേഴ്സ് എന്ന് വിളിച്ചത്. അപ്പോൾ ആ മില്ലുകാർ ഹോൾസെയിലാർക്ക് കൊടുക്കും, അവിടുന്ന് റീറ്റെയിലർ വാങ്ങും, റീറ്റെയിലിൽ നിന്ന് മാർക്കറ്റിൽ ചെന്ന് നമ്മൾ മേടിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഫുഡൊക്കെ നമ്മുടെ കയ്യിൽ എത്തുന്നത്. പിന്നെ ലേക്ക്, സീ, പോണ്ട് ഇവിടെ നിന്നൊക്കെയാണല്ലേ ഫിഷ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ഫിഷർമാൻസ് ലേക്കിലും ബോണ്ടിലും ഒക്കെ പോയിട്ട് എന്താണ് മെക്കാനൈസ്ഡ് ബോട്ടും വലയും ഉപയോഗിച്ച് പിടിച്ചിട്ട് അതുപോലെ തന്നെ റീറ്റെയിലർക്ക് കൊടുത്തിട്ട് അവിടുന്ന് നമ്മളിലേക്ക് എത്തിച്ചേരുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ ഫുഡ് ഹാബിറ്റ്, അതായത് ഭക്ഷണശീലത്തെ കുറിച്ച് പഠിച്ചു ഇല്ലേ. എന്താണ് ഭക്ഷണശീലം എന്ന് വെച്ചാൽ എന്തൊക്കെ വരുന്നു, നമ്മൾ എത്രമാത്രം ഫുഡ് കഴിക്കുന്നു, അതിൻ്റെ എമൗണ്ട്, ഏതൊക്കെ ടൈമിൽ കഴിക്കുന്നു, ഏതൊക്കെ ഫുഡ് കഴിക്കുന്നു, അതൊക്കെ ചേർന്നാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത്. ഫുഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, നിശ്ചിത ഇടവേളകളിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം കഴിക്കുന്നു. ആ ഒരു രീതിയാണ് ഫുഡ് ഹാബിറ്റ്, നല്ലൊരു ഭക്ഷണശീലം എന്ന് പറയുന്നത്. ഓവർ ഈറ്റിംഗ് എന്തിലേക്ക് നയിക്കുന്നു, ഒബ്സിറ്റിയിലേക്ക് നയിക്കുന്നു. ഈ ഒബ്സിറ്റി പിന്നെ പല ഇൽനെസ്സിലേക്ക്, ഡൈജസ്റ്റീവ് പ്രോബ്ലംസിലേക്കും ഒക്കെ നയിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, ഫുഡ് കുക്ക് ചെയ്യുന്നത് എന്താണ്, കുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. രണ്ട് കാര്യത്തിന് വേണ്ടി നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്നു. ഒന്ന് എന്തിനാണ്, ഡൈജസ്റ്റീവ് പ്രോബ്ലം ഇല്ലാതാക്കാനും ഇല്ലേ, ഫുഡ് നല്ലതായിട്ട് ഡൈജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫുഡിന്റെ ടേസ്റ്റ് കൂട്ടാനുമായിട്ട് നമ്മൾ ഫുഡ് കുക്ക് ചെയ്യും. രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്താണ്, ഫുഡിൽ ചില സമയത്ത് എന്തെങ്കിലും ജേംസ് ഫുഡിലുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ ഈ കുക്കിംഗ് കൊണ്ട് നമുക്ക് സാധിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, ഫുഡ് ഹാബിറ്റ് ഓഫ് ആനിമൽസ്. ആനിമൽസിന്റെ ഫുഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ചില ആനിമൽസ് എന്ത് ചെയ്യും, മണ്ണിൽ നിന്നുള്ള ആഹാരങ്ങൾ കഴിക്കുന്നുണ്ട്, കീടങ്ങളെയൊക്കെ കഴിക്കുന്നുണ്ട്. ചില മൃഗങ്ങൾ സസ്യങ്ങളല്ലേ, പുല്ലും ചെടികളും ഒക്കെ കഴിക്കുന്നുണ്ട്. ചിലർ മാംസം കഴിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ ആനിമൽസിനെ ഹെർബിവേഴ്സിനും കാർണിവേഴ്സിനും ഒമ്നിവേഴ്സിനും 3 ടൈപ്പായിട്ട് മാറ്റി. അപ്പോൾ ഹെർബിവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, അതായത് സസ്യാഹാരങ്ങൾ മാത്രം കഴിക്കുന്ന ആനിമൽസ് ആണ് ഹെർബിവേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതൊക്കെ പറയാം നമുക്ക് പറഞ്ഞേ, കൗ, ജിറാഫ്, ഹോഴ്സ്, എലിഫന്റ്, ഇതെല്ലാം എന്താണ് ഹെർബിവേഴ്സ് ആണ്, സസ്യം മാത്രം കഴിച്ച് ജീവിക്കുന്ന ആനിമൽസ്. കാർണിവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, മാംസം അല്ലേ, മറ്റു മൃഗങ്ങളുടെ മാംസം ഭക്ഷിച്ച് ജീവിക്കുന്ന മൃഗങ്ങളാണ് കാർണിവേഴ്സ്. എക്സാമ്പിൾ ഏതൊക്കെ പറയാം പറഞ്ഞേ, ടൈഗർ, ലെപ്പേർഡ്, ലയൺ ഇല്ലേ, വൂൾഫ്, ഇതൊക്കെ പറയാം. ഇനി ഒമ്നിവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, രണ്ടും കഴിക്കും, സസ്യവും കഴിക്കും മാംസവും കഴിക്കും. അപ്പൊ അങ്ങനെ വരുന്ന ജീവികൾക്ക് ഉദാഹരണം, ആനിമൽസ് ഉദാഹരണം പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സ് ഉണ്ട് അല്ലേ. നമ്മൾ ആനിമൽസ് അല്ല, ആനിമൽസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ് ബെയറും ക്രൗവും ഒക്കെ പറയാം അല്ലേ. അല്ലാതെ ഒമ്നിവേഴ്സിന് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നമുക്ക് ഹ്യൂമൻ ബീയിങ്സിനെ ഉൾപ്പെടുത്തും. പക്ഷെ നമ്മൾ എന്താണ് രണ്ടും കഴിക്കും, സസ്യാഹാരം കഴിക്കും മാംസാഹാരം കഴിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇതിൽ സ്റ്റഡി ചെയ്തത്. 2 ഹോംവർക്കും തന്നില്ലേ, 2 ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഇല്ലല്ലേ. അപ്പം 2 ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, അത് രണ്ടും ചെയ്തിട്ട് ടീച്ചറിന് മെസ്സേജായിട്ട് അയച്ചു തരിക. ഇന്ന് പഠിപ്പിച്ചത് ടീച്ചറിന് വോയിസ് മെസ്സേജായിട്ട് പഠിച്ചിട്ട് അയച്ചു തരിക. നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.